മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. അത് കേട്ടിട്ട് യേശു അവിടം വിട്ട പടകിൽ കയറി നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. പുരുഷാരം അത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവൻ്റെ പിന്നാലെ ചെന്നു. അവൻ വന്ന വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറ. സന്തോഷത്തോടെ ഹല്ലേലൂയ കൂടെ. അതെനിക്കല്ല പറയുന്നത്, കർത്താവിന് നമ്മൾ കൊടുക്കുവാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന വാക്ക് സ്വർഗത്തിൽ കേൾക്കുന്ന ശബ്ദമായിരുന്നു. ഏതാ? പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ. ആമേൻ. കേട്ട ശബ്ദം എന്തുവായിരുന്നു? ഹല്ലേലൂയ. ഇടിമുഴക്കത്തിൻ്റെ ശബ്ദം പോലെ കേട്ട ശബ്ദം എന്തുവായിരുന്നു? ഹല്ലേലൂയ. അതുകൊണ്ട് പറയാൻ മടി വേണ്ട, ഇത് സ്വർഗത്തിൽ കേൾക്കുന്ന ശബ്ദമാണ്, അത് ഉയരത്തിൽ മുഴങ്ങുന്ന ശബ്ദമാണ്. ആമേൻ. ഇന്ന് ഈ വൈകിയ സമയത്തും ആ ശബ്ദം ഇതിനകത്തും മുഴങ്ങുന്നത് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ്. ആ അന്തരീക്ഷത്തിൽ നമ്മളായിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ തന്നെയായിരിക്കുക. ഒന്ന് രണ്ട് ആമേൻ ചിന്തകൾ വേഗത്തിൽ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി നൽകിയ ഈ ഒരു ഭാഗം ആമേൻ നിങ്ങൾക്ക് സുപരിചിതമായൊരു ഭാഗമാണ്. ഒന്ന് രണ്ട് നല്ല ചെറിയ ചിന്തകളെ പരിശുദ്ധാത്മാവ് എന്നിൽ ഏൽപ്പിച്ചു. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൈമാറാൻ താല്പര്യപ്പെടുന്നു. കാരണം ദൈവം ഇന്നും ശക്തനാണ്. ഹല്ലേലൂയ. ശക്തനെന്ന് മാത്രമല്ല, ദൈവം സർവശക്തനാണ് എന്നല്ലേ പറയാൻ പറ്റൂ. ആമേൻ. അവൻ സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്. ഹല്ലേലൂയ. അവനെ പോലെ വേറൊരുവനില്ല. ആമേൻ. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ ആമേൻ ആ ദൈവത്തിൻ്റെ വലിപ്പം അറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ പറ. വലിപ്പം അറിഞ്ഞ്, അല്ലെ, ദൈവത്തിൻ്റെ വലിപ്പം അറിഞ്ഞ് നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തണം. ആമേൻ. ഞാൻ നിങ്ങളോട് പറയട്ടെ, അപ്പോൾ ചെറിയൊരു കൊതുവാണെങ്കിൽ ഞങ്ങൾ പതിയെ തൊട്ടാൽ മതി. പക്ഷേ ആനയാണ് വരുന്നതെങ്കിൽ തൊട്ടിട്ട് കാര്യമില്ല, പുള്ളിക്കാരൻ തൊട്ടേച്ചു പോകും. അപ്പോൾ വലിപ്പം അറിഞ്ഞ് ദൈവത്തിന് നമ്മൾ കൊടുക്കേണ്ട മഹത്വം കൊടുക്കണം. ഒരു ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. ആമേൻ. ഉണർവോടെ ദൈവസന്നിധിയിൽ ഇന്ന് ഈ വൈകിയ സമയത്തായിരിക്കുക. ചില മാസങ്ങളായി നമ്മുടെ കൂട്ടായ്മ ഈ എറണാകുളത്ത് ആരംഭിച്ചു. അത് ആമേൻ വളരെ പ്ലസൻ്റായിട്ട് മുന്നോട്ട് വരുന്നു. ആമേൻ. അതിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരോർത്ത് സ്തോത്രം ചെയ്യുന്നു. പുതുതായി കിടന്ന എല്ലാ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ, വ്യക്തികളെ ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ സന്തോഷമുണ്ട്. നമ്മളെ മൂവാറ്റുപുഴയുന്നൊരു സജി ബ്രദർ ആമേൻ ഫാമിലിയായിട്ട് കുടുംബമായിട്ട് വന്നിട്ടുണ്ട്. അതൊരു ഭയങ്കര സാക്ഷ്യമാണ്. ഹല്ലേലൂയ. സജി ബ്രദറെ സുഖം തന്നെ? ഇങ്ങനെ പ്രൈസ് ഗോഡ്. ഞാൻ കഴിഞ്ഞ 12 എന്നാ നമ്മൾ ട്രിവാൻഡ്രം മീറ്റിംഗിന് എത്തിയ? കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ 2 ആഴ്ചക്ക് മുന്നേ 3 ആഴ്ചയാവുന്നു തോന്നുന്നു. അങ്ങനെയാണോ സിസ്റ്റർ? 3 ആഴ്ചയാവുന്നു. 2 വെള്ളിയാഴ്ച അവിടെ വന്നു അല്ലേ? ഒരാഴ്ച വന്നില്ല. അപ്പോൾ 3-ാമത്തെ ആഴ്ചയാണിത്. ഓക്കെ, 21 ദിവസമായി എന്ന് ഞാൻ ചിന്തിക്കുന്നു. മൂവാറ്റുപുഴ ഭാഗത്തു നിന്നാണ് അദ്ദേഹം കടന്നു വന്നത്. ഞാനും എൻ്റെ കുടുംബവും ആമേൻ ഇവിടെ ഉണ്ട്. ഞാൻ വളരെ സന്തോഷമാണ്. കാരണം ഇന്നും ഞങ്ങളുടെ എറണാകുളം മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്തു. എന്നാൽ അവിടെ വരുമ്പോൾ അവർക്കൊരു ഭയങ്കര പ്രതിസന്ധിയും വിഷയമൊക്കെ ഉണ്ടായിരുന്നു. ആമേൻ. പല കാര്യങ്ങളുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം മദ്യപാനമായിരുന്നു. വിഷമമുണ്ടോ പറയുന്നത്? ഇല്ല. ഹല്ലേലൂയ. മദ്യപാനമായിരുന്നു. ആമേൻ. മദ്യപാനം എന്നൊക്കെ പറഞ്ഞാൽ നല്ല മദ്യപിക്കും. ആമേൻ. കൂലിപ്പണിക്കാരൻ അങ്ങനെ പോകുന്ന പണിയൊക്കെ ചെയ്യാൻ പോകുന്ന അങ്ങനത്തെ ഒരു നല്ല ജോലി ചെയ്തൊരു മനുഷ്യൻ കൂടെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എത്ര രൂപയ്ക്ക് കുടിക്കുന്നത് ചോദിച്ചു. 12,000 രൂപയ്ക്ക് കുടിക്കും. അരി വാങ്ങിക്കാൻ കാശില്ലാത്ത സമയത്താണ് 2,000 രൂപയ്ക്ക് കുടിക്കുക. ആമേൻ. അപ്പോൾ വീട്ടിൽ വരുന്ന വരേണ്ടതെല്ലാം നന്മയും എല്ലാ അനുഗ്രഹവും കൈ കെട്ടി ജോലി ചെയ്യുന്ന എല്ലാം പുള്ളിക്കാരൻ ഇങ്ങനെ കുടിച്ച് ഇങ്ങനെ തീർക്കുമ്പോഴാണ് ഞങ്ങളുടെ യൂട്യൂബിലെ മെസ്സേജ് കണ്ടെന്ന് തോന്നുന്നു അല്ലേ?
അതോ യൂട്യൂബിൽ ഞങ്ങളുടെ മെസ്സേജ് കണ്ടവർ ഞങ്ങളെ വിളിക്കാനിടയായി തീർന്നു, പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞൊരു ദിവസം പറ്റുവാണെങ്കിൽ ട്രിവാൻഡ്രത്തോട്ട് നിങ്ങൾ കടന്നു വരാൻ പറഞ്ഞു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു ദിവസം വന്നിട്ട് വിളിക്കാൻ. ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് പാസ്റ്ററെ. ഹല്ലേലൂയ. ഏതായാലും ദൈവം അവരുടെ ഉള്ളിൽ കൊടുത്ത വിശ്വാസത്തിനായി സ്തോത്രം. വന്നു. ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ വെള്ളിയാഴ്ചത്തെ ഞങ്ങളുടെ ഫാസ്റ്റിംഗ് പ്രേയറിൽ തന്നെ അവർ അറ്റൻഡ് ചെയ്തു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മെസ്സേജ് കൊടുക്കുമ്പോൾ തന്നെ ദൈവശക്തി അവരെ തൊട്ടു. ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. ഉള്ളിൽ കിടന്ന ചില പൈശാചിക ശക്തികളൊക്കെ അവിടെ നിന്ന് പൊട്ടിപ്പോയി. ആമേൻ. 1, 2, 3 തവണ ആ ശരീരത്തിൽ നിന്ന് ബന്ധനങ്ങൾ അഴിഞ്ഞ് നിലത്ത് വീഴാനിടയായി തീർന്നു. എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ കരം ഈ മനുഷ്യനെ തൊട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷെ അന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇനി മേലിൽ കുടിക്കരുതെന്നൊക്കെ പറഞ്ഞു. ഇന്നിപ്പോൾ ഈ 10-20 ദിവസം കഴിഞ്ഞില്ലേ? എത്ര ദിവസം കുടിച്ചോ? കുടിച്ചിട്ടില്ല. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൻ്റെ ശക്തി നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറം. അത്രയൊക്കെ ഞാൻ പറയുന്നത് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ വീട്ടിനടുത്ത് നിന്ന് വേറൊരാളെന്നെ വിളിച്ചോണ്ട് ഈ എഡിഷൻ സെൻറ്ററിലും ആശുപത്രിയിലൊക്കെ ഞങ്ങൾ പോയി തളർന്നിരിക്കുകയാണ് വാസ്തവേ. പക്ഷെ ഒരു മരുന്നുമില്ലാതെ ഇദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്താൻ യേശുവിന് കഴിഞ്ഞെങ്കിൽ അത് മാനുഷിക ശക്തിയല്ല, അത് ദൈവത്തിൻ്റെ ശക്തിയാ. വിശ്വസിക്കുന്നവരെ കരം തട്ടിയ ദൈവത്തിനൊന്ന് മഹത്വം കൊണ്ട്. ഇന്ന് പകലിൽ അസാധാരണമായ ദൈവ സാന്നിധ്യം ഇതിനകത്തും എനിക്കും നിങ്ങൾക്കും വേണ്ടി ചലിക്കും. ഇന്ന് പകലിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി കുടുംബത്തെ തൊട്ടതുപോലെ സാക്ഷ്യമാക്കി നിർത്തിയതുപോലെ ഞാൻ നിങ്ങളോട് പറയാം, ഇനിയും ആമേൻ ഇതുപോലെ ഭാരങ്ങൾ അനുഭവിക്കുന്നവർക്ക് ദൈവം വിടുതലാക്കി മാറ്റാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഇനി ഇങ്ങനെ തന്നെ നിൽക്കണം. അടുത്ത സെക്കൻഡ് സാറ്റർഡേ ഇവിടെ വരും, സാക്ഷ്യം പറയണം. ഹല്ലേലൂയ. ഓക്കെ, നമ്മളെ കൂടെ ഉണ്ട്. ശരി. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് പേര് എറണാകുളം പട്ടണത്തിനകത്തുണ്ട് ഇല്ലേ? ജോലി ചെയ്യുന്ന കാശ് മുഴുവൻ ഇതുപോലെ നഷ്ടപ്പെടുത്തി കളയാൻ പലരും ഉണ്ട്. പക്ഷേ ദിവസങ്ങളിൽ നഷ്ടപ്പെടുത്തി കളയുന്നവനെ കർത്താവ് മാനസാന്തരപ്പെടുത്തുവാണ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. ദൈവം ഇനിയും അത് ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. 21 ദിവസമായി മദ്യപിച്ചുകൊണ്ടിരുന്ന മനുഷ്യനെ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവം നിലനിർത്തിയെങ്കിൽ ആമേൻ, ഇന്ന് ഈ പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞത് കള്ളമൊന്നും അല്ലല്ലോ സിസ്റ്റർ. ഇപ്പം കുടിയൊന്നും ഇല്ലല്ലോ. ഇല്ല. ഹല്ലേലൂയ. ചില പുള്ളിക്കാരൻ കള്ളം പറഞ്ഞല്ലോ, ഞാൻ ചോദിച്ചത്. അറിയില്ല. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചു. അന്നേരം പറഞ്ഞു അന്ന് മുതൽ അതിന് ശേഷം ഇന്ന് വരെ കുടിച്ചിട്ടില്ല. ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നൊരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നിങ്ങൾ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കുക. വായിച്ച വേദഭാഗത്തിനകത്ത് ഇങ്ങനെ പറഞ്ഞു, അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. പുരുഷാരം അത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി യേശുവിൻ്റെ പിന്നാലെ ചെന്നു. ഇവിടെ പറയുന്നൊരു ഭാഗം, ജസ്റ്റ് ഭാഗം ഒന്ന് ഞാൻ പറഞ്ഞു വന്നാലും നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞേച്ച് ഞാൻ 1-2 ഒരു ദൂതിലേക്കൊന്ന് കയറി പ്രാർത്ഥിക്കാം. അത് കേട്ടിട്ട് യേശു അവിടം വിട്ട പടകിൽ കയറി നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് പോയി അല്ലേ? അപ്പൊ എന്തോ ഒരു സംഗതി യേശു കേട്ടു എന്നല്ലേ വാക്യത്തിൽ പറയുന്നത്. അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായൊരു സ്ഥലത്ത് വേറിട്ട് വാങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ജനപ്പാർപ്പില്ലാത്ത ഒറ്റക്കിരിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് ആര് കയറി പോവാ? പറ. യേശു കയറി പോവാ. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ. എത്രയും ശ്രദ്ധിച്ചാൽ മതി. ഇന്ന് ചിലതിനൊക്കെ ദൈവത്തിന് എറണാകുളം പട്ടണത്തിനകത്ത് ചലിപ്പിക്കാൻ വേണ്ടി എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് ആവശ്യമുണ്ട് അങ്ങനെ. ആമേൻ. കർത്താവ് പറയുക, അങ്ങനെയുള്ള ചിലതിന് ദൈവത്തിന് വേണം. ഈ പട്ടണത്തിനകത്ത് ആത്മചലനങ്ങളെ സൃഷ്ടിക്കാൻ ഒരു ജനറേഷന് ദൈവത്തിന് ആവശ്യമുണ്ട്. ആത്മചലനങ്ങളെ സൃഷ്ടിക്കാൻ ഒരു തലമുറയെ ദൈവത്തിന് ആവശ്യമുണ്ട്. വാസ്തവമായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കും. ആമേൻ. ഇവിടുത്തെ പറഞ്ഞ് അത് കേട്ടിട്ട് യേശു അവിടെ വിട്ട പടകിൽ കയറി നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. ബൈബിൾ പറയുന്നു പുരുഷാരം അത് കേട്ടിട്ട്. അപ്പൊ യേശു പോയത് പുരുഷാരം കേട്ടിട്ട് ബൈബിൾ പറയുന്നു യേശുവിന്റെ പിന്നാലെ പുരുഷാരം പോയി അല്ലേ?
യേശു എന്തിനാ പോയെ? എന്തോ കേട്ടിട്ട നിർജ്ജന പ്രദേശത്ത് യേശു, നിർജ്ജന പ്രദേശം എന്ന് പറഞ്ഞാൽ എന്തുവാ? ജനമില്ലാത്ത പ്രദേശത്ത് യേശു വാങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക്, ആരുമില്ലാത്ത ഏകാന്തതയുടെ ഒരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നു? യേശു പോകാൻ ആഗ്രഹിക്കുന്നതല്ല, പക്ഷെ അത് കേട്ടപ്പോൾ യേശു പോയതാണ്. പിടികിട്ടുന്നുണ്ടോ? അപ്പൊ എന്താണ് യേശു കേട്ടത്? അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആമേൻ. ഇത്രയും മനസ്സിന് വിഷമം വരുത്തുന്ന എന്തോ ഒരു പ്രശ്നം ആര് കേട്ടിരിക്കുന്നു? യേശു കേട്ടിരിക്കുന്നു. ആമേൻ. ഈ 14-ാം അധ്യായം പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഇതിന്റെ പ്രാരംഭ വാക്യങ്ങളിൽ നമ്മൾ പഠിച്ചാൽ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. അവിടെ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് യേശുവിനൊപ്പം ജനിച്ച് വളർന്ന യോഹന്നാൻ സ്നാപകൻ എന്നാണ്. എന്തുവാണ് പേര്? യോഹന്നാൻ സ്നാപകൻ. ശ്രദ്ധിക്കണം, യേശുവിനൊപ്പം ജനിച്ച പുള്ളിയാ. ആമേൻ. എന്ന് പറഞ്ഞാൽ അതേ സമകാലികമായി ജനിച്ച പുള്ളിയാ. ചിലപ്പോൾ 1, 2 അല്ലെങ്കിൽ 3, 4 മാസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു കാണണം. ആമേൻ. ഇങ്ങനെ ജനിച്ചൊരു വ്യക്തിയായിരുന്നു ആര്? ഈ യോഹന്നാൻ സ്നാപകൻ. ഒരേ പ്രായം വരെ, ഏകദേശം ഒരേ പ്രായം എന്ന് പറഞ്ഞാൽ 1, 2 വർഷത്തിന്റെ ഡിഫറൻസിൽ ആര് മരണപ്പെട്ടു? യോഹന്നാൻ സ്നാപകൻ മരണപ്പെട്ടു. 1, 2 വർഷം കൂടുതൽ ആര് ജീവിച്ച് കാണണം? യേശു ക്രിസ്തു ജീവിച്ച് കാണണം. ആമേൻ. അതാണ് ആ ഒരു ഏജ്. കറക്റ്റ് ഏജ് നമുക്ക് അവിടെ കൊടുക്കുന്നില്ല. അപ്പൊ ഏതായാലും ഒരേ സമയത്ത് ജനിച്ച, ഒരേ കാലയളവിൽ അധികം വലിയ വ്യത്യാസങ്ങളോ ഡിഫറൻസോ ഇല്ലാതെ മരണപ്പെട്ട 2 പേരാണ് ആര്? യോഹന്നാനും യേശു. അപ്പോ ബൈബിൾ ഇങ്ങനെ പറയുന്നു, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കൂടപ്പറപ്പ് പോലെയാണ്. ഒരൊറ്റ അഭിഷേകത്തിൽ നിന്ന് പുറത്തു വന്നവരായി ഈ 2 പേരും. ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാകും. ശ്രദ്ധിക്കണേ. അപ്പൊ യേശുവിന് മനസ്സിലായി. അത് നോക്കണമേ, ഞാൻ കേട്ട വാർത്ത എന്തെന്ന് ചോദിച്ചാൽ ഈ യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ്. യോഹന്നാൻ സ്നാപകൻ അക്കാലത്ത് അത് നോക്കണമേ ദൈവത്തിന്റെ പ്രത്യേക ശക്തിയിൽ വളർന്നിട്ട് ദേശത്തിന്റെ നടുവിൽ ഇറങ്ങി ദൈവരാജ്യത്തെ കുറിച്ച് പറയാൻ തുടങ്ങി. ദൈവരാജ്യത്തെ കുറിച്ച് അവൻ പറഞ്ഞ വാക്കുകളെ ദേശത്തിലെ പ്രിയപ്പെട്ട യഹൂദന്മാർ കേട്ടത് മാത്രമല്ല, അവരോട് പാപത്തെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അതിശക്തമായി അത് ഏലിയാവിന്റെ ആത്മാവോടുകൂടി നടന്ന ജനത്തിന്റെ ഇടയിൽ നടന്നു വന്ന അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്കും വഴങ്ങാത്തതിനൊക്കെ വഴക്കിയെടുക്കുന്ന ഒരു പ്രത്യേക അഭിഷേകത്തിന്റെ ശക്തി ആരിലുണ്ടായിരുന്നോ? ഈ യോഹന്നാൻ സ്നാപകനിലുണ്ടായിരുന്നോ? ഒരു കരുത്തുറ്റ അഭിഷേകം എന്ന് വേണമെങ്കിൽ പറയാം. അസാധാരണമായൊരു ശക്തി യോഹന്നാനിൽ ഉണ്ടായിരുന്നെന്ന് പറയാം. അതുകൊണ്ട് തന്നെ യഹൂദന്മാർ പലരും യോഹന്നാനെ ഭയപ്പെട്ടിരുന്നു. യോഹന്നാന്റെ പ്രസംഗം അത് നോക്കണമേ, തുടക്കം തന്നെ വന്ദനം ചൊല്ലിയല്ല തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങളുടെ തുടക്കങ്ങൾ സർപ്പസന്തതികൾ എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു. എന്നിട്ടും ജനമാരും കല്ലെറിഞ്ഞില്ല. കാരണം കിടക്കുന്ന അഭിഷേകത്തിന് അത്രയും പവറുണ്ട്. കരമുയർത്തിയൊരു ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, അഭിഷേകത്തിന്റെ ശക്തി എന്തെന്ന് യോഹന്നാന്റെ വാക്കുകളിൽ പ്രകടമായിരുന്നു. വെറും വാക്കായിരുന്നില്ല. സർപ്പസന്തതികളെ എന്ന് വിളിച്ചു കഴിയുമ്പോൾ ജനം അത് നോക്കണമേ, കോപിക്കുകയല്ല, ജനം മുട്ടുമടക്കുകയാണ്. യോർദാന്റെ കരയിൽ പ്രസംഗം പൂർത്തിയാകുമ്പോൾ നൂറുകണക്കിന് യഹൂദന്മാർ യോഹന്നാന്റെ കൈക്കീഴിൽ മാനസാന്തര സ്നാനം കഴിഞ്ഞു പുറത്തു വരികയാ. ഇതൊരു ചെറിയ കാര്യമല്ല, ഇതൊരു വലിയ കാര്യമാണ്. ആ കാലഘട്ടത്തെ പുരോഹിതന്മാർക്ക് കഴിയാത്തത്, ശാസ്ത്രിമാർക്ക് കഴിയാത്തത്, പരിശുദ്ധ അത് നോക്കണമേ വ്യക്തികൾക്ക് കഴിയാത്തത്, പരീശന്മാർക്ക് കഴിയാത്തത്, മൂപ്പന്മാർക്ക് കഴിയാത്തത് എവിടെ നിന്നോ മരുഭൂമിയിൽ നിന്ന് കയറി വന്ന യോഹന്നാന്റെ പ്രസംഗത്തിൽ കഴിഞ്ഞു എങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ഇത് പഠിപ്പിന്റെ ബലമല്ല, ഇത് അറിവിന്റെ ശക്തിയല്ല, പിന്നെയോ ഇത് പ്രാർത്ഥനയാൽ കിട്ടിയ ദൈവിക അഭിഷേകത്തിന്റെ ബലമാണ്. ഇന്നോ വൈക സമയത്ത് ഇതിനകത്ത് അതേ അഭിഷേകം നിന്റെ മേൽ ചലിക്കാൻ തുടങ്ങിയ പലർക്കും ചെയ്യാൻ കഴിയാത്തത് ഈ രാത്രി നിന്നിലൂടെ സ്വർഗം ചെയ്യും. വിശ്വസിക്കുന്നവന്റെ മേൽ ഈ രാത്രിയ മഹത്വം വെളിപ്പെടും. വിശ്വസിക്കുന്നവന്റെ മേൽ ഇന്ന് രാത്രിയ ദൈവശക്തി ചലിക്കാം. വിശ്വസിക്കുന്നവന്റെ മേൽ ഇന്ന് രാത്രിയ കൃപ വെളിപ്പെടാം. യേശുവിന്റെ നാമത്താൽ ജയം. പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, കിടക്കുന്ന ഈ അഭിഷേകത്തിന്റെ വലിപ്പം നിന്റെ വാക്കുകളിൽ പ്രകടമായാൽ കല്ലെടുത്താലും എറിയാൻ കഴിയത്തില്ല. അവൻ മുട്ടുമടക്കി പോകും. ഹല്ലേലൂയ. അത് അഭിഷേകത്തിന്റെ കരുത്താ. ഹല്ലേലൂയ. ഈ യോഹന്നാൻ ആരാണെന്ന് നോക്കില്ല, പാപം കണ്ടാ പുള്ളി പ്രതികരിക്കും.
ഹല്ലേലൂയ. എന്താ ചെയ്യും? പാപം കണ്ടാൽ പുള്ളി പ്രതികരിക്കുക. അത് രാജാവാണെങ്കിലും കൊള്ളാം, ഇനി കുണ്ടറയിൽ കിടക്കുന്നവനാണെങ്കിലും കൊള്ളാം, പാപം കണ്ടാൽ പുള്ളി പറയാതെ പോകത്തില്ല. അക്കാലഘട്ടത്ത് ഹെരോദാവ് എന്ത് ചെയ്തു? തന്റെ സഹോദരനായ അതൊക്കെ വ്യക്തിയുടെ ഭാര്യയെ താൻ ഭാര്യയായി സ്വീകരിക്കുന്ന ഒരു സന്ദർഭമുണ്ടായി. ദൈവഹിതമില്ല എന്ന് കണ്ടിട്ട് യോഹന്നാൻ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞു, രാജാവേ, ഹെരോദാ, ഇത് ശരിയല്ല കേട്ടോ, ഇത് പാപമാണ് എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ബൈബിൾ പറയുന്നു, അവരുടെ സ്വസ്ഥതയും സന്തോഷത്തിനും വിരോധമായി നിന്നത് കൊണ്ട്, അധികാരം കൊണ്ട് ഈ ഹെരോദ രാജാവ് എന്ത് ചെയ്തു? യോഹന്നാനെ പിടിച്ച് കൈകെട്ടി അവനെ തടവിലിട്ട് പൂട്ടിയേക്കുക. ഇനി അവൻ പുറത്തു വരരുത്. അവൻ പുറത്തു വന്നാലല്ലേ ഇതവൻ പറയത്തുള്ളൂ. ഞാൻ നിങ്ങളോട് പറയാം, അവർക്ക് തെറ്റിപ്പോയി. പൂട്ടിയത് വെറുമൊരു മനുഷ്യനെയല്ല, പൂട്ടിയത് കരുത്തുറ്റ അഭിഷേകത്തെയാ. ഇന്നൊരു രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയാം, അഭിഷേകത്തെ പൂട്ടി വെച്ചാൽ അത് ഒതുങ്ങത്തില്ല കേട്ടോ. യോഹന്നാനെ പൂട്ടാൻ പറ്റുമായിരിക്കാം, പക്ഷെ അഭിഷേകത്തെ തളയ്ക്കാൻ പറ്റത്തില്ല. അത് പിന്നെയും പ്രതികരിക്കുക. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ ഈ ദേശത്തോട് കൈമാറുകയാണ്. നിന്റെ മേൽ പകർന്നിരിക്കുന്ന ഈ അഭിഷേകം അകത്ത് കിടന്നാലും അത് ചലിച്ചുകൊണ്ട് കിടക്കുന്ന അഭിഷേകമാണ്. വൈഡൽ കമനഘടക ശന്തൽ കമനഘടക രഗംധന റീബ ക്ഷമനഘടക ഷൈഡ പ്രൗഢിമിനിഘടകസേ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ഈ അഭിഷേകം ചലിക്കുന്ന അഭിഷേകമാണ്. അകത്ത് പൂട്ടപ്പെടുന്ന സമയം, തടവിലാകുന്ന സമയത്ത് അതേ ഈ അഭിഷേകത്തെ പൂട്ടിയപ്പോ ഹെരോദാവിന് ഇച്ചിരി മനസ്സമാധാനം ഉണ്ടായിരുന്നു. എന്താ മനസ്സമാധാനം? ഇനി എന്ത് ചെയ്താലും പറയാൻ ആരുമില്ലല്ലോ. ഒരു ഹല്ലേലൂയ പറ. ഇനി എന്ത് കാണിച്ചാലും ചോദിക്കാൻ യോഹന്നാനില്ലല്ലോ. പുള്ളി ഇങ്ങനെ പൂട്ടിയും വെച്ച് സമാധാനത്തോടെ കിടന്നുറങ്ങുമ്പോഴാ അടുത്ത വർത്തമാനം 14-ാം വാക്യത്തിൽ 14-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം എന്താ വായിക്കുന്നത്? ആ കാലത്ത് ഇടപ്രഭുവായ ഹെരോദാവ് അടുത്ത ശ്രുതി കേൾക്കുന്നു. ആരെ കുറിച്ചാ? യേശുവിനെ കുറിച്ച്. ഒരാളെ പിടിച്ചു കൂട്ടി അകത്തിട്ടപ്പോ വേറൊരു വർത്തമാനം കേൾക്കുക. ഇന്ന് രാത്രി ഞാനൊരു ദൂതായിട്ട് നിങ്ങളോട് പറയാം, അഭിഷേകമുള്ള ഒരുവനെ പൂട്ടിയാലും അതിനെ പകരമായി 100 എണ്ണത്തിന് സ്വർഗം അവിടെയാ കണ്ടിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം പൂട്ടാൻ കഴിയത്തില്ല. അങ്ങനെ ചിന്തിച്ചുവെങ്കിൽ തെറ്റി. കയ്യോ കാലോ ബന്ധിക്കപ്പെട്ടാൽ അഭിഷേകം ബന്ധനത്തിനകത്ത് വീഴത്തില്ല. ഇന്ന് പകലിൽ ബന്ധിക്കപ്പെട്ട പലതിനെയും സ്വർഗം പുറത്തെടുത്ത ദൈവരാജ്യത്തിന് വേണ്ടി നിർത്തുന്ന ഒരു കാലഘട്ടമാണ് ഇതെന്ന് ഈ രാത്രി എറണാകുളം ദേശം മറക്കരുത്. ഈ ദിവസങ്ങളിൽ അത് സംഭവിക്കും. വൈഷസ് പ്രൗഢിമിനി ഘടക രക്ഷസ് കമന ഘടകസേ അന്തൽ കമന ഘടക ഷൈഡ പ്രൗഢിമിനി ഘടകസേ അത്യുന റഗൽ കമന ഘടക ഷൈഡ പ്രൗഢിമിനി ഘടകസേ മഹത്വം ഇതിനകത്ത് ചലിക്കട്ടെ. ഹല്ലേലൂയ. Glory to Jesus. എന്താ ദൈവത്തിന്റെ വചനം പറഞ്ഞേ? വേദപുസ്തകം പറയുന്നു ഈ ഒരു ഭാഗം. ഹെരോദാവ് യോഹന്നാനെ പിടിച്ചു പൂട്ടിയപ്പോ എന്റെ അടുത്തൊരു ശബ്ദം കേൾക്കുന്നു, യേശുവിനെ കുറിച്ചുള്ള ശ്രുതി. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ഈ യോഹന്നാനെ പിടിച്ചു പൂട്ടിയപ്പോ പലരും ചിന്തിച്ചു ഇനി നമ്മളെയും പിടിച്ചു പൂട്ടും. പക്ഷേ യോഹന്നാന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന്റെ ഒരു ഭാഗം, അല്ലെങ്കിൽ യോഹന്നാന്റെ മേൽ കിടന്ന അഭിഷേകം എന്ന് പറയുന്നത് യേശുവിൽ കിടക്കുന്ന അഭിഷേകത്തിന്റെ പാർട്ടാണ്. കാരണം എന്തെന്നറിയാമോ? ഇവർ രണ്ടു പേരുടെ മേലും ഒരേ ആത്മാവിന്റെ ചലനങ്ങൾ കുഞ്ഞു പ്രായത്തിൽ സംഭവിച്ചതാണ്. എത്ര പേർക്ക് അത് മനസ്സിലായെന്ന് അറിയത്തില്ല. യേശു ജനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ജനിച്ചു എന്ന് ബൈബിൾ പറയുന്നു. എന്നാൽ ഉദരത്തിലിരിക്കുന്ന സമയത്ത് അവൻ മറിയ ചെന്ന് എലിസബത്തിനെ കണ്ട് വന്ദനം പറയുമ്പോൾ ബൈബിൾ ഇങ്ങനെ പറയുന്നു, എലിസബത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന പിള്ള പരിശുദ്ധാത്മാവിൽ തുള്ളി. എന്റെ ചിന്തയിൽ പറഞ്ഞ ഒരു പകർച്ച വെളിപ്പെട്ടു. മറിയയിൽ കിടക്കുന്ന അഭിഷേകം, അകത്ത് കിടക്കുന്ന കുഞ്ഞിന്മേൽ വ്യാപരിക്കുന്ന അഭിഷേകം എലിസബത്തിന്റെ അകത്തും എലിസബത്തിന്മേലും വ്യാപരിക്കുന്നെങ്കിൽ ഒരേ അഭിഷേകത്തിന്റെ പകർച്ച. അതിന്റെ അർത്ഥം ഇന്ന് പകലിൽ ഞാൻ കൈമാറുകയാണ്. വേദപുസ്തകത്തിനകത്തു നിന്ന് ഞാൻ ആത്മാവിൽ കൈമാറുന്നു. ആ അഭിഷേകത്തിന്റെ പകർച്ച ഇതിനകത്ത് നിങ്ങളിൽ വെളിപ്പെട്ടാൽ പൂട്ടി വെച്ചാൽ ഇരിക്കാൻ പറ്റത്തില്ല. യേശുവിന്റെ അതേ അഭിഷേകത്തിന്റെ ശക്തി നിങ്ങളിൽ വ്യാപരിക്കുന്നുണ്ട് എങ്കിൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കൈമാറുന്നു. ഇതിനകത്ത് പൂട്ടിയിട്ടാൽ ഇരിക്കാൻ കഴിയാത്ത വിധം ചിലരൊക്കെ ചില ലോക്കുകളെ അൺലോക്ക് ചെയ്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ പുറത്തു വരാൻ
Wow, Shara Dhara Base, Riba Laha Masia, Andal Kamanagase, Vaishas Raudi Minigadaga, Atina Regal Kamanagase, Utiva Chachilada, Idivasangal Puratu Varaka, Utiva Chachilada, Idivasangal Puratu Varaka, Parishutan Masanitya, in the Ratriel, in the Nagateka Chalikata, now receive the power. Wow, Riba Laha Masia, Andal Kamanagadaga, Shaida Raudi Minigadaga, Amen. അതും ഇത് ഒരേ അഭിഷേകമാ. യോഹന്നാൻ അകത്ത് പോയപ്പോ യേശുവിനെ മിണ്ടാതിരിക്കാൻ പറ്റില്ല. യേശു പുറത്തു വന്നു. യോഹന്നാൻ അകത്ത് പോയപ്പോ യേശുവിനെ മിണ്ടാതിരിക്കാൻ പറ്റില്ല. യേശു സംസാരിക്കാൻ തുടങ്ങി. ബൈബിൾ പറയുന്നു ഒരേ അഭിഷേകത്തിലാ നിന്നെയും എന്നെയും ദൈവം നിർത്തിയിരിക്കുന്നതെങ്കിൽ ഒരാൾ വീണാലും അവൻ അടുത്തയാൾ ഉയരും, സംശയമില്ല. കാരണം അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകമാ നിന്നെ നിർത്തുന്നതെന്ന് ഇന്ന് വൈകിയ സമയത്ത് ജനം മറക്കരുത്. നിന്റെ മേൽ കിടക്കുന്ന ദൈവിക ശക്തി ഇന്ന് പകലിൽ ദൈവത്തിൽ നിന്ന് വന്നതാണെങ്കിൽ ഒരുവൻ വീണാലും ഇല്ല, നീ തീ തകർന്നു പോകത്തില്ല. ഈ രാത്രി പരിശുദ്ധൻ പറയുന്നു പട്ടണത്തിനകത്ത് പലരും വീണ ഇടത്ത് ദൈവം ഇതിനകത്ത് നിന്നെ ഇന്ന് രാത്രിയിൽ സ്വർഗം ഉയർത്താൻ പോകുകയാ. സ്വർഗം ഉയർത്താൻ പോകുകയാ. അഭിഷേകം ചിലത് ശരീരങ്ങളെ തൊടുക. ദൈവ ശക്തിയുടെ പകർച്ച ഈ രാത്രിയിൽ നിറയട്ടെ. മകത്വം തൊടട്ടെ. ആരുടെ മേലെ ദൈവശക്തി വെളിപ്പെടുന്നു. ആർക്കും ലോക്ക് ചെയ്യാൻ കഴിയാത്ത മകത്വം, ആർക്കും ഒതുക്കാൻ കഴിയാത്ത മകത്വം, ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ കൈമാറുന്ന മന്ത്രവാദികൾക്ക് കൂട്ടാൻ കഴിയാത്ത, അധികാരങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ കഴിയാത്ത ദൈവശക്തി ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ കൈമാറട്ടെ. വൈഡമാന ശന്തൽ ഖമന വൈഷസ്രൗഡേ റീബാ ലഹസിയംധന റീബാ ധേരി റീവ ക്ഷമനഘടക ശന്തൽ ഖമനഘടകസി യേശുവിൻ നാമം ജയ. ഒരേ അഭിഷേകത്തിൽ കിടക്കുന്നുണ്ട്. യോഹന്നാൻ അകത്ത് കിടന്നാലും യേശുവിന് കിടക്കാൻ പറ്റത്തില്ല. കാരണം ഒരുവൻ കൂട്ടപ്പെട്ടെന്ന് പറഞ്ഞാലും അടുത്ത വ്യക്തിക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഭയക്കുന്ന അഭിഷേകമല്ല, ധൈര്യത്തിന്റെ ശക്തിയാ. നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകം ഭയത്തിന്റെ ആത്മാവല്ല, ധൈര്യത്തിന്റെ ശക്തിയാ. എത്ര പേർക്ക് ഇന്ന് രാത്രി പറയാൻ കഴിയും എന്റെ മേൽ പകർന്നിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ധൈര്യത്തിന്റെ ആത്മാവ്? വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു ധൈര്യത്തിന്റെ ശക്തി, ധൈര്യത്തിന്റെ ആത്മാവ് ഈ രാത്രി നിങ്ങൾക്ക് വേണ്ടി സ്വർഗം റിലീസ് ചെയ്യും. പേടിച്ചൊതുങ്ങാനല്ല, നിന്റെ ദേശത്തിന്റെ നടുവിൽ ആ വിചാരങ്ങളെയും മന്ത്രങ്ങളെയും ഭയന്നൊതുങ്ങാനല്ല, മാനുഷിക ശക്തികളെ പേടിച്ചൊതുങ്ങാനല്ല. ഇന്ന് രാത്രിയിൽ ഭീരുത്വത്തിന്റെയോ ഭയത്തിന്റെയും ശക്തിയല്ല, ധൈര്യത്തിന്റെയോ ശക്തിയുടെയും ആത്മാവിനെ ദൈവം ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി അവൻ റിലീസ് ചെയ്യട്ടെ. റിലീസ് ചെയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യട്ടെ. പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ അത് നിങ്ങളെ നിറയ്ക്കട്ടെ. ചിലത് റിലീസ് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. അഭിഷേകത്തിന്റെ ശക്തി ചെറുതല്ല, വലുതാണ്. അത് ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ ദൈവം കൈമാറാൻ താല്പര്യപ്പെടുക. ഈ യോഹന്നാൻ തടവി കിടക്കുന്ന സമയം ബൈബിൾ പറയുന്നു യോഹന്നാനെ അങ്ങനെ കിടക്കുന്ന സമയത്ത് ഹെരോദാവിന്റെ ജന്മദിനം വന്നു. ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ കൊട്ടാരത്തിൽ നടക്കുവാണ്. കൊട്ടാരത്തിൽ നടക്കുമ്പോൾ കൊട്ടാരത്തിലെ സഭ ഈ ഫംഗ്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് ഒരു നൃത്തം അവിടെ നടക്കുവാണ്. വേറെ ആരുമല്ല താൻ ഭാര്യയായി സ്വീകരിച്ച ആ മകളുടെ ആ വ്യക്തിയുടെ മകള് ഒരു നൃത്തം ചവിട്ടി. ഹെരോദിയയുടെ മകൾ ഒരു നൃത്തം ചവിട്ടി.
ഈ നൃത്തം ചവിട്ടിയപ്പോ സദസ്സ് മുഴുവനും കൈയടിച്ചു. ആമേൻ. ഹേരോദാവിന് വളരെ സന്തോഷമായി. കൊള്ളാം, സദസ്സിനെ മുഴുവൻ ആമേൻ ഇളക്കി മറിച്ചൊരു നൃത്തമായിരുന്നു ആ നൃത്തം. ഈ നൃത്തം കഴിഞ്ഞപ്പോ ഹേരോദാവ് ഈ മകളോട് പറഞ്ഞു, ആമേൻ, നിനക്ക് എന്ത് സമ്മാനം വേണേലും ചോദിച്ചോ, ഞാനത് നിനക്ക് തരാം. ആമേൻ. പരസ്യമായിട്ട് ഈ രാജാവ് അത് വാക്ക് കൊടുത്തു. ഈ മകളോട് പറഞ്ഞു, കാരണം അതൊരു സന്തോഷത്തിന്റെ പുറത്ത് കൊടുത്ത വാക്കാ, നീ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് തരാം. ഈ കൊച്ചുകുട്ടി എന്തു ചോദിക്കും എന്നൊക്കെ ഈ ഹേരോദാവിന്റെ അകത്ത് കുറച്ച് കണക്ക് കൂട്ടലുണ്ടായിരുന്നു. പക്ഷെ തന്റെ ചോദ്യം ഹേരോദാവിന്റെ കണക്ക് കൂട്ടലിനെ തെറ്റിച്ചു കളഞ്ഞു. ആമേൻ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹേരോദാവിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചൊരു ചോദ്യമായിരുന്നു അടുത്ത് നടന്നത്. എന്നാന്നറിയാമോ? ഇവൾ ചെന്ന് അമ്മയോട് ചോദിച്ച, അമ്മ, ഞാൻ എന്നാ ചോദിക്കേണ്ടേ? ആമേൻ. നമ്മളാണ് പറഞ്ഞിരുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞേനെ, ആമേൻ, ഒരു ജോഡി ഡ്രസ്സോ, നല്ലൊരു ചുരിദാറോ, ഒരു റിങ്ങോ, ഒരു മാലയോ, പിന്നെ ഇച്ചിരി കാശോ, ഇതെന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ മതി എന്ന് നമ്മൾ പറഞ്ഞേനെ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, അമ്മ എന്നാ ചെയ്തെന്നറിയാമോ? അമ്മ ആമേൻ ഈ കൊച്ചിനോട് പറഞ്ഞു, മക്കളെ, നമ്മുടെ സന്തോഷത്തിന്, ആമേൻ, നമ്മുടെ സമാധാനത്തിന് തടസ്സമായി നിന്നൊരു പുള്ളിക്കാരനുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് ഈ സമ്മാനം കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, പക്ഷെ ആ സമ്മാനം നീ എനിക്ക് വേണ്ടി ചോദിക്കുക. ഈ ആമേൻ മകളോട് ഈ അമ്മ പറഞ്ഞു എന്നാന്നറിയാമോ? നീ പോയി ഹേരോദാവിനോട് പറ, തടവിൽ കിടക്കുന്ന യോഹന്നാന്റെ തല ഒരു തലികയിൽ കൊണ്ടുവരാൻ. ആമേൻ. ഈ പാപം ഒന്നും അറിഞ്ഞൂടാത്ത ഈ കൊച്ചുകുട്ടി എന്ന ആമേൻ രാജാവിനോട് പറഞ്ഞു, ആമേൻ, എനിക്ക് എന്ത് ചോദിച്ചാലും തരാമെന്ന് പറഞ്ഞല്ലോ. ആമേൻ. പുള്ളിക്കാരൻ പറഞ്ഞു, രാജാ പറഞ്ഞു, തരാം, നീ ചോദിക്ക. പെട്ടെന്ന് ഹേരോദാവിനെ ഞെട്ടിച്ചുകൊണ്ട് ചോദ്യം പുറത്തു വന്നു, തടവിൽ കിടക്കുന്ന യോഹന്നാന്റെ തല എനിക്കൊരു തലികയിൽ കൊണ്ടുവാ. രാജാവ് ഞെട്ടിപ്പോയി. ഈ തല കൊണ്ട് നിനക്ക് എന്താ ആവശ്യം? ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാ, ആ തല കൊണ്ട് കൊച്ചിന് ആവശ്യമില്ല. എന്നാൽ കൊച്ചിന്റെ അമ്മയോട് ചോദിച്ചാൽ പറയും, പാപത്തിന്റെ ഉടയവൻ എന്ന് പേരെടുത്ത സാത്താൻ അവളിലൂടെ വിളിച്ചു പറയുക, ഈ അഭിഷേകമുള്ളവന്റെ തല എനിക്ക് വേണം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു തല അവിടെ വീഴുമ്പോൾ 100 തലകളെ സ്വർഗം പൊക്കുമെന്നതിന് സംശയമില്ല. ഇന്നൊരു രാത്രിയിൽ തെറ്റിപ്പോയി ഹെരോദ്യേ, നിന്റെ ചിന്ത തെറ്റിപ്പോയി. ഒന്നവിടെ നിലത്ത് വീഴുമ്പോൾ മറിച്ച് 100 എണ്ണം പലയിടത്തും ഉയരുകയാ. ജീസസ് നെയ്മ്. തെറ്റിപ്പോയി. സത്യം പറയാലോ, ഹേരോദാവ് പെട്ടെന്ന് ആളെ അയച്ച് ബൈബിൾ പറയുന്നു, ആമേൻ, ഈ തടവിൽ കിടന്ന യോഹന്നാനെ കൊന്ന തല ഒരു തലികയിൽ എടുത്ത് എന്ത് ചെയ്തു? ആമേൻ, കൊച്ചിന്റെ കൈ കൊടുത്തു. ഈ കൊച്ചിന് നിന്നെ കൊണ്ട് വലിയ പ്രയോജനമില്ല, കൊച്ചു കൊണ്ട് അമ്മയുടെ കയ്യെ കൊടുത്തോ. ആമേൻ. കണ്ടോ അമ്മേ, ഞാൻ നൃത്തം ചവിട്ടിയപ്പോൾ എനിക്ക് കിട്ടിയ സമ്മാനമാ. അമ്മയ്ക്ക് സമാധാനമായി. ഷോക്കേസിൽ വെക്കാൻ കൊള്ളത്തില്ല കേട്ടോ, പക്ഷെ എങ്കിലൊരു മനസ്സിനൊരു സമാധാനം, കാരണം ഒരു അഭിഷിക്തം പോയല്ലോ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാ, ആമേൻ, അടുത്ത് നമ്മൾ വായിച്ചതിനകത്തെ ഭാഗം എങ്ങനെയാണ്? ഉടൽ എടുത്ത ബൈബിൾ പറയുന്നു, അവന്റെ ശിഷ്യന്മാർ കുഴിച്ചിട്ട് തല കൊണ്ടുപോയി. ആമേൻ. ഉടല് കിട്ടി കുഴിച്ചിട്ടോ. എന്നാൽ അത് കേട്ടിട്ട് അവിടാണ് ഭാഗം വരുന്നത്. യേശു കേട്ടത് എന്താണ്? തലയറ്റുപോയ ശരീരം ഉടലെടുത്ത് യോഹന്നാന്റെ ശിഷ്യന്മാർ കുഴിച്ചിട്ടോ. എന്റെ കൂടെ അഭിഷേകത്തിൽ വളർന്ന അവൻ ഒരു യോഹന്നാൻ പട്ടുപോയതറിഞ്ഞപ്പോ അവൻ കൂടെ നിന്ന അല്ലെങ്കിൽ വളർന്നു വന്ന യേശുവിന്റെ അകത്തൊരു ഭയങ്കര ദുഃഖം, പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവൻ കരഞ്ഞു എന്നൊന്നും ബൈബിളിൽ കൊടുത്തിട്ടില്ല. പക്ഷേ ഇത് കേട്ടപ്പോ യേശു വേറിട്ട ഒറ്റയ്ക്ക് പോവുകയാണ്. എന്തിനാ ഒറ്റയ്ക്ക് പോകുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കാം. ഞാനോ നിങ്ങളോ ഇങ്ങനെയുള്ള ദുഃഖകരമായ വിഷയങ്ങൾ കേൾക്കുമ്പോൾ 4 പേരുടെ ഇടയിലൊന്നും നമ്മൾ ഇരിക്കാൻ ആഗ്രഹിക്കാറില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒറ്റയ്ക്ക് ചെന്ന് എവിടെങ്കിലും ഇരുന്ന് ചിലപ്പോൾ സങ്കടപ്പെട്ട് കരയും. ആമേൻ. എന്തിന് കരയാനായിരിക്കും നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നത്? മുറി അടച്ച് അകത്ത് കയറുന്നത് എന്തിനാ? ഈ ദുഃഖത്തിൽ കരയാനായിരിക്കുക. ആരുമില്ലാത്തൊരു സ്ഥലത്ത് ചെന്ന് ഒറ്റയ്ക്കിരുന്ന് നമ്മൾ എന്നാ ചെയ്യുക? കരയുമായിരിക്കും. എന്താ? ദുഃഖം അത്രയും വലുതാണെങ്കിൽ ഏകാന്തതയിലേക്ക് പോകാം. ഇത് കേട്ടിട്ട് യേശു ഏകാന്തതയിലേക്ക് പോയി. ഞാൻ ചിന്തിക്കുന്നു, കരയാൻ പോയതാ തന്റെ കൂടെ വളർന്ന യോഹന്നാൻ, തന്നെ അഭിഷേകം ചെയ്ത സ്നാനപ്പെടുത്തിയ യോഹന്നാൻ, ആമേൻ, തലവെട്ടി തകർക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോ ദുഃഖം താങ്ങാൻ കഴിയാതെ മരുഭൂമിയിലേക്ക് പോയി.
നിർജ്ജന പ്രദേശത്ത് പോയി. ഇനി അടുത്ത പോയിന്റ്, യേശു പോയതറിഞ്ഞ ജനം യേശുവിന്റെ പുറകെ പോയി. ശ്രദ്ധിക്കുക, അഭിഷേകമുണ്ടെങ്കിൽ ജനം അവിടെ എത്തും. ഹല്ലേലൂയ. ദൈവശക്തി യേശുവിൽ ഉണ്ടെന്നറിഞ്ഞപ്പോ യോഹന്നാനെ കുഴിച്ചിട്ടിട്ട് ജനം എങ്ങോട്ട് വന്നോ? യേശു ഇരിക്കുന്നിടത്ത് വന്നോ? ഇനി എന്റെ ചിന്ത ഞാൻ പറയാം. അതിനകത്ത് നിർജ്ജന പ്രദേശത്ത് യേശു ഇരിക്കുന്നത് അവൻ ഇച്ചിരി സങ്കടത്തോടെയാ. ഒരു സങ്കടം. എന്താ സങ്കടം? അവൻ ഒരു കൊലപാതകം കേട്ട അനുഭവമാണ്. തന്റെ കൂടപ്പിറപ്പ് പോലെ തന്നോടൊപ്പം വളർന്നു വന്ന സുവിശേഷ മണ്ഡലത്തിൽ തനിക്ക് മുന്നേ ഇറങ്ങിയ യോഹന്നാന്റെ വിയോഗ വാർത്ത കേട്ട യേശു ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞതാ. പക്ഷെ ആ സന്ദർഭത്തിൽ കണ്ണു തുറക്കുമ്പോൾ കണ്ടത് 20,000-ഓളം വരുന്ന വലിയൊരു പുരുഷാരം തന്റെ കാൽച്ചുവട്ടിൽ ഇരിക്കുക. യേശുവിന് മനസ്സിലായി കരയാനല്ല. ഇനി ഞാൻ നിങ്ങളോട് പറയാം, ഈ കരച്ചിൽ അകത്തൊരു ഭയങ്കര സങ്കടം മാത്രമല്ല, ഭയങ്കര ഒരു എന്തുണ്ട്, ഒരു ദേഷ്യവുമുണ്ട്. എന്തിനോടുള്ള ദേഷ്യം? ഒന്ന് നഷ്ടപ്പെട്ടതിനോടുള്ളൊരു ദേഷ്യം. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ. ഞാൻ ദേഷ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. ചില നഷ്ടങ്ങൾ വരുമ്പോൾ നമുക്ക് സങ്കടവും പിന്നെ ദുഃഖവും ദേഷ്യവും എല്ലാം ഒരുമിച്ച് വരും. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ലല്ലോ നിങ്ങൾ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 10,000, 5,000, 10,000 രൂപ പെട്ടെന്ന് കളഞ്ഞു പോകും. സങ്കടം വരില്ലേ? സങ്കടം വരും. ഈ സമയത്ത് ഒരാളെ ജ്യൂസ് കുടിക്കാൻ വിളിക്കാം, അപ്പൊ നമുക്കൊരു ഷാർജ കുടിക്കാം എന്ന് പറഞ്ഞാലോ, ഇവിടുന്ന് പോകുന്നില്ല ഷാർജ. അതിന്റെ കാര്യം എന്നാ? ദുഃഖം മാത്രമല്ല, അകത്ത് ദേഷ്യവും ഉണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ലല്ലോ നിങ്ങൾ. ആമേൻ. ഈ സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങത്തില്ല, വാങ്ങി തന്നാലും ഇറങ്ങത്തില്ല. കാരണം ദുഃഖം മാത്രമല്ല, അകത്ത് പിന്നെ കടുത്തൊരു അമർഷമാണ്. എങ്കിലും എടുത്തോണ്ട് പോയി. അത് ആരെടുത്തോണ്ട് പോയി? ആരെടുത്തോണ്ട് പോയോ? നമ്മളിന് വലിയ കൃപയിലില്ലാത്ത വ്യക്തിയാണെങ്കിൽ പിന്നെ വേറെ വല്ലതൊക്കെ നമ്മൾ പറയും. ആമേൻ. ഇടി വീഴണമെന്നോ പിന്നെ വേറെ തേങ്ങ വീഴണമെന്നോ എന്നൊക്കെ വീഴണമെന്നോ നമ്മൾ ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണേ. കാരണം എന്താ? നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. അവനിനി എങ്ങനെ നശിച്ചാൽ മതി, കാരണം നമ്മുടെ കാര്യം പോയില്ലേ. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ലേ? ഉറക്കം വന്നോ നിങ്ങൾക്ക്? ഇല്ല. സ്വത്രം. ഒരു 10-15 മിനിറ്റോടെ 5:30 നിർത്തേണ്ടതാണ്. 5:45 നിർത്താം എന്ന് വിശ്വസിക്കുന്നു. അവേ ശ്രദ്ധിക്കണേ. ഈ ദുഃഖത്തിന്റെ കൂടെ അകത്തെന്തുണ്ട്? ദുഃഖം മാത്രമല്ല, പിന്നെ ആ യോഹന്നാന് തലവെട്ടിയില്ല ഹേരോദാവ്. ഒരു അല്പദേഷ്യം അകത്ത് കാണും. ബൈബിളിൽ ഇല്ല കേട്ടോ, ഞാൻ മാനുഷികമായ ചിന്ത നിന്നുകൊണ്ട് പറയുവാണ്. ഒരു അല്പദേഷ്യം അകത്ത് കാണും. ഈ ഒരു ദേഷ്യം കൊല്ലാനുള്ള ദേഷ്യമൊന്നും അല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കരുത്. എങ്കിലും കൊന്നു കളഞ്ഞില്ലേ? ഇല്ലേ? എങ്കിലും ഇങ്ങനെ ചെയ്തില്ലേ? ഒരു ചെറിയൊരു ഒരു 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 ദേഷ്യം പോലൊരു ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു ചിന്ത ആ മനസ്സിനകത്ത് കിടക്കുക. ഞാനത് പറയുന്നത് വേറൊരു കാര്യത്തിന് വേണ്ടിയാണ്. ഇത് അകത്ത് കിടക്കുമ്പോ അങ്ങനൊരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന യേശു ഇനി അടുത്ത ചിന്ത എന്തായിരിക്കും? നീ ഒരാളെ എടുത്തു, അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തെന്തോ ഒരു സംഗതി യേശു തിരിച്ചു കാണിക്കാൻ പോവുക. അത് ഈ മരുഭൂമിയിൽ നിർജ്ജന പ്രദേശത്ത് സംഭവിക്കാൻ പോവുക. ബൈബിൾ പറയുന്നു, യേശു ഇരിക്കുന്നിടത്ത് വലിയൊരു കൂട്ടം വന്നു, വലിയൊരു ജനസമൂഹം. അവരുടെ രോഗികളെ സൗഖ്യമാക്കി, അവരുടെ ഭൂതങ്ങളെ പുറത്താക്കി, കണ്ണുകൂടനെ കാഴ്ച കൊടുത്തു, മുടം തന്നെ നടത്തി. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോ ബൈബിൾ പറയുന്നു, ഈ പുരുഷാരത്തിന് വിശക്കുന്നൊരു സമയമുണ്ടായി. ദിവസങ്ങൾ 1-2 കഴിഞ്ഞു. ആമേൻ. അല്ലെങ്കിൽ സമയം കഴിഞ്ഞപ്പോ പുരുഷാരം വിശക്കുക. അന്നേരം ശിഷ്യന്മാര് 12 പേര് വന്നേച്ചു പറയുക, ആമേൻ, യേശുവേ, നേരം വൈകി, ജനത്തെ പറഞ്ഞു വിട്ടാൽ അവർ ചെന്ന അടുത്ത ഊരുകളിൽ ചെന്ന് എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കും എന്ന് പറഞ്ഞ് ജനത്തെ പറഞ്ഞു വിടാൻ ഇവരങ്ങോട്ടാ. ആമേൻ. യേശുവിനോട് പറയുമ്പോ യേശു തിരിച്ചു കൊടുത്ത മറുപടി, അവർ പോകുവാൻ ആവശ്യം ഇല്ല. ഒരു ഹല്ലേലൂയ പറ. അല്ലേ? പോയി ഭക്ഷണം കഴിക്കണം, സംഗതി ഓക്കെ. പക്ഷെ യേശു പറയുക, അത് കേട്ടിട്ട് നിർജ്ജന പ്രദേശത്ത് പോയ യേശു പറയുക, അവർ പോകാൻ ആവശ്യമില്ല. അപ്പോൾ യേശു എന്തോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഈ ശിഷ്യൻ പോണ്ടേ? യേശു പറഞ്ഞു പോകണ്ട, പിന്നെ എന്നാ ചെയ്യണം? യേശു തിരിച്ചു പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്ക. ഹല്ലേലൂയ. യേശു എന്താ വാക്ക് പറഞ്ഞ? അവര് പോണ്ട. ശിഷ്യന്മാർ ചോദിച്ചു, പോണ്ടേ? പോണ്ട, പിന്നെ എന്നാ ചെയ്യാനാ? നിങ്ങൾ അവർക്ക് തിന്നാൻ കൊടുക്കണം. ശ്രദ്ധിക്ക, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. അന്നേരം അന്ത്രയോസ് എന്നൊരു പുള്ളിക്കാരൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, എന്റെ പൊന്നു ഗുരു, ആകെയുള്ളത് 5 അപ്പവും 2 മീനുവാ, അതിനിവിടെ ഞങ്ങൾ 12 പേരും കൂടി അടിച്ചോണ്ടിരിക്കുക.
ഒരു ഹല്ലേലൂയ പറ. ആമേൻ. ഇത് ഞങ്ങൾക്ക് പോലും തികയത്തില്ല, പിന്നെ ഈ ഞങ്ങളോട് പറയാം ഞങ്ങൾ എങ്ങനെ അവർക്ക് കൊടുക്കാം? ഞങ്ങൾ തന്നെ 12 ഉണ്ട്, ഈ പൊതിക്കകത്താകെ 5 ഉള്ളൂ. ഈ രാത്രി ശ്രദ്ധിച്ച് കേൾക്കണം. 5 അപ്പവും 2 മീനും എന്ന് പറഞ്ഞപ്പോ യേശു നിങ്ങൾ കൊടുക്കും. ആമേൻ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, ഒരു നഷ്ടം, മനസ്സിനകത്തെ വേദന, അടുത്തൊരു 12 കർത്താവ് മുന്നിൽ കാണുവാണ്. ഇന്ന് രാത്രി ഇതിനകത്ത് എറണാകുളം ദേശത്തിനകത്ത് അഭിഷേകമുള്ള 1 2 ചിലപ്പോൾ പട്ടുപോയെങ്കിൽ പരിശുദ്ധൻ പറയുന്നു, അതിന് പകരമായി ദൈവം ഒരു സമൂഹത്തെ തന്നെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ ഇന്നു രാത്രിയിൽ അതിനകത്ത് നിന്നെ കൂടെ ദൈവം ഉൾപ്പെടുത്താൻ പോകുക. നിന്റെ മേൽ പകരുന്ന അഭിഷേകം അത് ചെറിയ അഭിഷേകമല്ല, ആ ശക്തി ഒരു വലിയ ശക്തിയായി ഇന്നു രാത്രി അത് പുറത്തു വരാം. മഹത്വമേറിയ സാന്നിധ്യം ഇന്ന് രാത്രി നിങ്ങളുടെ നടുവിൽ ചലിക്കട്ടെ. ആ മഹത്വമേറിയ ശക്തി ഇന്ന് രാത്രി നിങ്ങളുടെ നടുവിൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. Come on. എന്താ ദൈവത്തിന്റെ വചനം പറഞ്ഞ് വേദപുസ്തകം പറയുന്നു, ഈ അത് നോക്കണമേ, യേശു ഇവരോട് പറയുക, ഈ 12 പേരോട് പറയും, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. ഈ 12 പേരും ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. യേശു പറഞ്ഞൊരു കാര്യം ചെയ്യേ, കയ്യിലൊന്നും ഇല്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് ഇങ്ങനെ. ഇവർ പറഞ്ഞു 5 അപ്പോ എത്രയുണ്ടോ? 2 മീനും. ആമേൻ. ഇത് ഈ പൊതി യേശുവിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ യേശു എന്നാ ചെയ്ത്, ഈ പൊതി എടുത്ത് തുറന്ന മുകളിലേക്കൊന്ന് ഉയർത്തി അതിനെ വാഴ്ത്തി. ബൈബിൾ എങ്ങനെ പഠിപ്പിക്കുന്ന? വാഴ്ത്തിയപ്പോ വർത്തനമൊന്നും വന്നില്ല. ഞാൻ അവിടെ വായിച്ചിട്ട് കണ്ടില്ല. ഒരു ഹല്ലേലൂയ പറ. നിങ്ങൾ എങ്ങാനും അത് കണ്ടിട്ടുണ്ടെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എന്നോട് പറയണം. ഇപ്പൊ സമയം എന്നതുകൊണ്ടാ. യേശു വാഴ്ത്തിയപ്പോൾ അത് വർദ്ധിച്ചു എന്ന് നിങ്ങൾ കണ്ടെങ്കിൽ എന്നോട് പറയണം. ഞാൻ വായിച്ചിട്ടത് കാണാത്തതുകൊണ്ടാണ് ഈ ഭാഗത്തിൽ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, നിങ്ങൾ കേട്ടും ചിന്തിച്ചും പഠിച്ചതൊക്കെ ചിലപ്പോൾ വേറെ ആയിരിക്കും, പക്ഷെ വായിച്ചപ്പോൾ ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ സംസാരിച്ചേ. ദുരുപദേശമൊന്നോ തെറ്റായി പഠിപ്പിച്ചൊന്നോ നിങ്ങൾക്ക് തോന്നണ്ട. വായിച്ച് പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറ. ആമേൻ. അല്ല, ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അതൊന്ന് വായിപ്പിക്കാം. ഞാൻ വായിക്കാം. ആമേൻ. ബൈബിൾ ഇങ്ങനെ പറയുന്നു, 19 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പിന്നെ പുരുഷാരം പുല്ലിന്മേൽ ഇരിപ്പാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി. അടുത്തെന്താ പറഞ്ഞേ? വാഴ്ത്തി. അടുത്ത് പറഞ്ഞ പദം അപ്പം നുറുക്കി. അപ്പൊ എന്ത് ചെയ്തു? വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ ആരെങ്കിലും നുറുക്കുമായിരുന്നോ? ഹല്ലേലൂയ. നമ്മളൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. 5 12 ആയിരുന്നെങ്കിൽ നുറുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. 5 എണ്ണം 50 ആയിരുന്നെങ്കിൽ നുറുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. വീട്ടിലെ ആമേൻ പപ്പടം എന്തിനാ നമ്മൾ പൊടിച്ചെടുക്കുന്നേ? ആരും പൊടിക്കാറില്ല. പൊടിച്ചത് ആർക്കും ഇഷ്ടമില്ല. സാധാരണ പൊടിക്കാതെ നമ്മൾ ഈ പപ്പടം, എറണാകുളത്ത് പപ്പടം ഉണ്ടല്ലോ, നമ്മളെല്ലാം കേരളക്കാരല്ലേ, ഇവിടെ എല്ലാം പപ്പടമുണ്ട്. 2 പപ്പടം ഉണ്ട്, വീട്ടിൽ 5 പേരും ഉണ്ട്. എങ്ങനെ തയ്ക്കുന്നേ? സഹോദരിമാരെ, പൊടിച്ചാലേ തികയത്തുള്ളൂ. ഹല്ലേലൂയ. അല്ലെങ്കിൽ 5 പേർക്ക് തരുന്ന 5 എണ്ണം കൊടുക്കണം. ഈ പപ്പടത്തെ 5ന്റെ കയ്യിലെത്തിക്കണമെങ്കിൽ 2 എണ്ണമേ ഉള്ളൂവെങ്കിൽ ചെറിയൊരു തട്ട് മതി. ജസ്റ്റ് നുറുക്ക് സംഭവിക്കും. നുറുക്കിയാൽ എല്ലാവർക്കും തികയും. ഹല്ലേലൂയ. ഈ ബൈബിൾ പറയുന്നു, പുല്ലിന്മേൽ ഇരിക്കാൻ കൽപ്പിച്ചു. യേശു അപ്പമെടുത്ത് 2 മീനും എടുത്ത് എന്ത് ചെയ്തു? സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി. അടുത്ത് പറയുന്നു നുറുക്കി. നുറുക്കി എന്ന് പറഞ്ഞ 5നെ എന്റെ ഭാഷയിൽ പറയാം 12 ആക്കി നുറുക്കി. എത്രയാക്കി? 12 ആക്കി. ആമേൻ. കർത്താവ് നുറുക്കിയ 12ന്റെ കയ്യിൽ എത്തിച്ച്. എന്റെ കർത്താവിനൊരു ആശയമുണ്ട്. എന്നാ ആശയം? അഭിഷേകമുള്ള യോഹന്നാൻ ഒരുവൻ വീണു പോയപ്പോ ശൂന്യമായി കിടക്കുന്ന 12നെ അതുപോലെ അഭിഷേകത്തോടെ തിരിച്ചു കൊണ്ടുവരാൻ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഇന്നൊരു രാത്രിയിൽ നിർജ്ജന പ്രദേശത്ത് യേശു ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ യേശുവിന്റെ അകത്തെ ചിന്ത, ഒന്നേ ഹേരോദാവേ, നീ ഒന്ന് വീഴ്ത്തിക്കളഞ്ഞെങ്കിൽ ഇന്ന് തന്നെ ഞാൻ 12നെ ശൂന്യതകളുടെ ഇടയിൽ നിന്ന് വിളിച്ചു വരുത്താൻ പോവാ. ദൈവാത്മാവ് ഇന്ന് രാത്രി സംസാരിക്കുന്നു. ചില മുറുക്കുകളെ വെച്ച് ആയിരങ്ങളെ പോഷിപ്പിക്കുന്ന ഒരു അസാധാരണമായ എക്സ്ട്രാ ഓർഡിനറി അഭിഷേകത്തെ ഈ പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ കൈമാറാൻ ദൈവം താല്പര്യപ്പെടുക. അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ മഹത്വം തൊടും.
വൈഡ പ്രൗഢിമിനി ഘടക അത്യുന രക്ഷസ്കമന ഘടകസി വൈഡം ജനാധര റീഗൽ പ്രൗഢിമിനി ഘടകസി ആത്മാവ് ഇന്ന് പകൽ ആരോടൊക്കെ സംസാരിക്കുന്നതിനകത്ത് ചിലത് മുറുക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇന്ന് പകലിൽ അമ്മേൻ യോഹന്നാനേക്കാൾ അധികം പവറോടെ അടുത്തൊരു ജനറേഷൻ ഒന്നിന് പകരം ഒരു 12 ദൈവം നിർജ്ജന പ്രദേശത്ത് വെച്ച ഒരു വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ട് എന്റെ യേശു പുറത്തിറക്കുകയാ. നിങ്ങൾ അവർക്ക് കൊടുക്കാൻ പോകുകയാ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അവരുടെ സംസാരിക്കുന്നു. ഒന്നുമില്ലാത്ത നിന്റെ കരത്തിൽ ചില മുറുക്കുകളെ വച്ച ദൈവം പട്ടണങ്ങളെ തൃപ്തിപ്പെടുത്താൻ, ദേശങ്ങൾക്ക് വിഷപ്പടക്കാൻ ഇന്ന് പകലിൽ ഒരു പ്രത്യേക മുറുക്ക് നിന്റെ കരത്തിൽ സ്വർഗം വിട്ടു തരാൻ പോവുക. വിശ്വസിക്കാൻ ആളുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ആ ദൈവശക്തി നിന്റെ മേൽ വെളിപ്പെടാൻ പോകുക. യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ, യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ. വിശ്വസിക്കുന്നവന്റെ മേൽ ഇന്ന് പകലിൽ ആ ദൈവശക്തി ഇതിനകത്ത് വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമം ചെയ്യാം. പരിശുദ്ധാത്മാവേ ഇന്ന് പകലിൽ ആ ദൈവശക്തി ഇതിനകത്ത് ചലിക്കട്ടെ. എവിടേക്കോ പിശാച് ഒതുക്കിക്കളഞ്ഞ ചിലതിനെ നോക്കിയിട്ട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അടുത്തൊരു തലമുറയെ ദൈവം നിർജ്ജന പ്രദേശത്ത് വച്ച ചില നുറുക്കുകളെ കൊടുത്ത ദൈവം ഇറക്കുകയാണ്. എന്തിന്? എറണാകുളത്തിനകത്തും വലിയൊരു തലമുറ അവൻ തൃപ്തിപ്പെടാനുണ്ട്. ഒരു സമൂഹത്തിന്റെ നടുവിൽ ദൈവം ചിലതിനെ എഴുന്നേൽപ്പിക്കുന്നത് അവൻ വിഷം നിരിക്കുന്നവന്, ദാഹിച്ചിരിക്കുന്നവന് തൃപ്തി കൊടുക്കാനാണെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കുന്ന നിന്നിലൂടെ ദൈവം ചിലത് ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു രാത്രിയായി മാറട്ടെ. ചിലത് ഹാൻഡ് ഓവർ ചെയ്യാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ചിലത് ഹാൻഡ് ഓവർ ചെയ്യാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ശക്തമായി പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലത് ഹാൻഡ് ഓവർ ചെയ്യാം, ചിലത് ഹാൻഡ് ഓവർ ചെയ്യാം, ചിലത് ഹാൻഡ് ഓവർ ചെയ്യാം. ഇന്ന് പകൽ ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ചിലത് ഹാൻഡ് ഓവർ ചെയ്യാൻ. ഓ യെസ് ലോർഡ്. ചില മുറുക്കുകളെ നിന്റെ കൈകളിലേക്ക് ദൈവം ഇട്ടു തരിക. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ചില നുറുക്കുകൾ കൊണ്ട് ആയിരങ്ങൾക്ക് തൃപ്തി വരുത്തുന്ന ദൈവ നിയോഗത്തിലേക്ക് ദൈവത്തിന് ഉപയോഗിക്കാൻ പോവുക. മഹത്വം തൊടുന്നു, മഹത്വം തൊടുന്നു. അസാധാരണ ദൈവ സാന്നിധ്യം ഈ പകലിൽ ഈ ദാസിയുടെ ദൈവം ഇറക്കി വിടുക. നിന്നെ കുറിച്ചുള്ള പദ്ധതിയിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോവുക. ചലിക്കട്ടെ ദൈവശക്തിയുടെ പകർച്ച ഈ പകലിൽ സ്വർഗം നിങ്ങളുടെ മേൽ കൈമാറട്ടെ. ചില മുറുക്കുകളെ സ്വർഗം കൈമാറുന്ന പകൽ ചില മുറുക്കുകളെ സ്വർഗം കൈമാറുന്ന പകൽ ഏതൊക്കെയോ കരങ്ങളിലേക്ക് ചില മുറുക്കുകൾ ദൈവം ഇട്ടു തരികയാണ്. ഏതൊക്കെയോ കൈകളിലേക്ക് ചില മുറുക്കുകൾ ദൈവം വച്ചു തരികയാണ്. വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ 2024 ശൂന്യമായ നിന്റെ കയ്യിൽ കർത്താവ് ഏൽപ്പിക്കുന്ന ചില മുറുക്കുകൾ കൊണ്ട് നിന്റെ ദേശത്തിന് വിടുതൽ സംഭവിക്കാൻ പോവുകയാണ്. ദേശത്തിന് വിടുതൽ, ദേശത്തിന് വിടുതൽ, പട്ടണങ്ങൾക്ക് വിടുതൽ. പട്ടണങ്ങൾക്ക് വിടുതൽ. യേശുവിന്റെ മഹത്വം ഇറങ്ങട്ടെ. പട്ടണങ്ങൾക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി, ചില കുടുംബങ്ങൾക്കകത്ത് ചില ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്താൻ ഈ രാത്രിയിൽ ചില നുറുക്കുകൾ നിന്റെ കരങ്ങളിലേക്ക് ആത്മാവിന്റെ തൊടുക സിസ്റ്റർ.
ദൈവ സാന്നിധ്യം നിന്നെ തൊടുകയാ, ദൈവശക്തി നിന്നെ തൊടുകയാ. മകത്വം തൊടട്ടെ, മകത്വം തൊടട്ടെ, മകത്വം തൊടട്ടെ. ചില മുറുക്കുകളെ കൊണ്ട് ദേശങ്ങൾക്ക് തൃപ്തി വരുത്താൻ ഈ പകലിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ചിലർക്ക് നിറയുക, 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 നിറയുക. ഓ, നിറയുക, നിറയുക, നിറയുക. ആ നുറുക്കുകൾ നിറയട്ടെ, നുറുക്കുകൾ. ഓ ഓ ഓ ഓ നുറുക്കുകൾ നിറയട്ടെ. മകത്വം തൊടുന്നു, മകത്വം തൊടുന്നു. ആ നുറുക്കുകളെ നിന്റെ കരത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൈമാറട്ടെ. ഓ, നിറയുക, നിറയുക, നിറയുക. മകത്വം തൊടുക. Now you receive the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ നിന്റെ കരത്തിൽ ദൈവം ഇടുക. ഒരു നുറുക്ക് പോലെ ദൈവത്തിന് എന്തോ ചില വലിയത് ചെയ്യുവാൻ ഒരു നുറുക്ക് വെച്ച് ആ പട്ടണത്തിനകത്ത്, നിന്റെ ദേശത്തിനകത്ത് വലിയത് ചെയ്യുവാൻ ഇന്ന് രാത്രി സ്വർഗം ചില നുറുക്കുകളെ കൈമാറുന്നു. Now you receive the holy power. Rakshas proudi minigadaga regal kamanagadaga shandal kamanagadaga se vaidam janadara riga laba sekenia. Yes brother, ചില നുറുക്കുകൾ സ്വർഗം വാഴ്ത്തി തരികയാ. തരിക, തരിക, തരിക. ദേശങ്ങൾക്കകത്ത് ശൂന്യമായിരിക്കുന്ന നിന്നെ കൊണ്ട് തന്നെ ചില കുടുംബങ്ങൾക്ക് തൃപ്തി വരുത്തുന്ന വലിയ ദൈവ പ്രവർത്തികൾ സംഭവിക്കാൻ പോവാ. മകത്വം തൊടുന്നു, മകത്വം തൊടുന്നു, മകത്വം തൊടുന്നു. അസാധാരണമായ ദൈവശക്തി. തൊടുക, 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 തൊടുക. ആവശ്യമുണ്ട് നിങ്ങളെ ഈ ദേശത്തിന്റെ നടുവിൽ ചില പ്രത്യേകം നിയോഗങ്ങൾക്ക് വേണ്ടി ദൈവം നിങ്ങളെ കാണുക. Come on, receive brother. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് അഭിഷേകത്തെ അധികമായി, 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 അധികമായി ചില നുറുക്കുകളെ വാഴ്ത്തി തരിക ദൈവം. വേണം ദൈവത്തിന് തലമുറയെ, വേണം ദൈവത്തിന് ജനറേഷന്. സ്വീകരിച്ചോ മഹത്വത്തിന്റെ ശക്തി. തൊടുക, തൊടുക. നിങ്ങളുടെ മേൽ അസാധാരണമായൊരു ശക്തിയെ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് കൈമാറും. നിയോഗങ്ങൾക്ക് വേണ്ടി ദൈവം നിങ്ങളെ കാണുക. ഒരു ദൂത് ദൈവം ഇങ്ങനെ തരുന്നു. വിശന്നിരിക്കുന്നവരെ തൃപ്തിപ്പെടുത്താൻ നിന്റെ കയ്യിൽ ചില നുറുക്കുകളെ പരിശുദ്ധാത്മാവ് ഏൽപ്പിക്കാൻ പോവുക. ഓ ഓ ഓ അത് ജീവന്റെ മണ്ണയാ. ചില ശുശ്രൂഷയുടെ തലങ്ങളിലേക്ക് ദൈവാത്മാവ് നിന്നെ ഉയർത്താൻ പോവുകയാ. Yes brother, now you receive the fire of God. Holy Spirit, ആത്മാവ് ശക്തമായി ഇന്ന് പകൽ നിങ്ങളോട് കൈമാറുക. ചില ശുശ്രൂഷയുടെ തലങ്ങളെ ദൈവാത്മാവ് ഓപ്പൺ ചെയ്യാൻ പോകുക. ഈ നുറുക്ക ആത്മീയ മന്നയാ, ഈ നുറുക്ക ആത്മീയ ശുശ്രൂഷയാ, ഈ നുറുക്ക ചില ആത്മീയ അനുഭവങ്ങളെ വിഷം ഇരിക്കുന്ന ചിലതിനെ കൈമാറുവാൻ ദൈവം നിങ്ങളുടെ കയ്യിൽ കൈമാറുന്നു. ചില നുറുക്കുകൾ പരിശുദ്ധാത്മാവ് പറയുന്നു. ചില നുറുക്കുകൾ, ചില നുറുക്കുകൾ ആയിരങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന നുറുക്ക്.
നിനക്ക് പോലും തികയത്തില്ലെന്ന് നീ ചിന്തിക്കുന്ന ചില സബ്ജക്റ്റുകളെ നോക്കി പരിശുദ്ധാത്മാ പറയുന്നു, ഇത് നിനക്ക് തികയത്തില്ലായിരിക്കാം, പക്ഷെ നിന്നിൽ നിന്ന് കൈമാറുന്നത് ആയിരങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന, ആയിരങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ആയിരങ്ങളെ തൃപ്തിപ്പെടുത്തുന്നുണ്ടോ? ആത്മാവ് ശക്തമായി കൈമാറുന്നു. ഇതിനകത്ത് ആയിരങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ആ തലങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓ യേശുവിൻ നാമം ജയം, നാമം ജയ. Mighty name of Jesus, mighty name of Jesus. ഒരു യോഹന്നാൻ വീണപ്പോൾ 12 പേരുടെ കൈകളിൽ നുറുക്കും വച്ച് 20,000 പേരുടെ ഇടയിലേക്ക് ഇറക്കി വിട്ടപ്പോൾ തൊട്ടടുത്ത നിമിഷം ലഭിച്ച സാക്ഷ്യം, ഇന്ന് തൃപ്തരായിട്ട് 12 കൂട്ടം മിച്ചം പിടിച്ചെങ്കിൽ ഈ തലമുറയിൽ ആരൊക്കെയോ നോക്കി ദൈവം പറയുന്നു, ചില നുറുക്കുകൊണ്ട് പട്ടണങ്ങളെ തൃപ്തിപ്പെടുത്താനും ശേഷം അടുത്ത പട്ടണങ്ങൾക്ക് മിച്ചം പിടിക്കാനും ആത്മാവിന്റെ കരം ഇന്ന് പകൽ നിന്റെ മേൽ വെളിപ്പെടുക, 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 വെളിപ്പെടുക. തൊടുക, 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 ശക്തി തൊടുക, തൊടുക, തൊടുക. ഓ പിടിച്ചോ, ഓ റഹാബസേ, തൊടുക, ദൈവ മഹത്വം തൊടുക. അസാധാരണമായ ദൈവശക്തിയെ ദൈവം നിന്റെ മേൽ കൈമാറുന്നു, കൈമാറുന്നു സിസ്റ്റർ, കൈമാറുന്നു. ഇതൊരു ടേണിംഗ് പോയിന്റ് ആകാൻ പോവുക. നിർജ്ജന പ്രദേശത്ത് ആയിരങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവിക നുറുക്കുകൾ ഈ പകലിൽ സ്വർഗം ഹാൻഡ് ഓവർ ചെയ്യട്ടെ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ് ഹാൻഡ് ഓവർ ചെയ്യും, ഹാൻഡ് ഓവർ ചെയ്യും. ഒരു ഹേരോദാവിന് ഒതുക്കാൻ പറ്റാത്ത, ഒരു വ്യക്തിക്ക് ലോക്ക് ചെയ്യാൻ പറ്റാത്ത അസാധാരണമായ പ്രവൃത്തിയുമായി നിർജ്ജന പ്രദേശത്ത് നിന്ന് 12 പേരധികം പുറത്തു കൊണ്ടുവരിക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, പിശാച് പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിന്ന് പട്ടണങ്ങളെ പിടിക്കാനുള്ള ചിലതിന് ദൈവം പുറത്തു കൊണ്ടുവരുന്ന ഓരോ പകലാക്കി സ്വർഗം ഇതിനെ മാറ്റട്ടെ. ചില നുറുക്കുകൾ, ചില നുറുക്കുകൾ പരിശുദ്ധാത്മാ പറയുന്നു, ഒരൊറ്റ നുറുക്കുമതി ദേശത്തിന്റെ നടുവിൽ അസാധാരണമായ ചില പ്രവൃത്തികൾ വെളിപ്പെടാൻ പോവുകയാണ്. അസാധാരണമായ പ്രവൃത്തികൾ പരിശുദ്ധാത്മാവിൽ ഞാൻ കൈമാറുന്നു. ചില നുറുക്കുകൾ കൊണ്ട് വലിയ ദൈവപ്രവൃത്തികൾ ആമേൻ ആയിരങ്ങളുടെ നടുവിൽ ചെയ്യാൻ കരുത്തുറ്റ അഭിഷിക്തന്മാരും അഭിഷിക്തകളുമാക്കി ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന സമയമായി ഇത് മാറുകയാണ്. വിശ്വസിക്കാൻ ഇന്ന് പകൽ താല്പര്യമുള്ളവരെ സ്വർഗം പറയുന്നു, വന്നതുപോലെ പോകത്തില്ല. ഓ ചില നുറുക്കുമതി, തിരിച്ചു പോകുമ്പോൾ നുറുക്കുമതി. ചില നിശ്ചിത സമയം കഴിഞ്ഞാൽ അത് കുട്ടയിലെ വർധനമായി മാറുന്നു. ആത്മാവ് ആരുടെക്കും ഇടപെടുന്നു. തിരിച്ചു വരുമ്പോൾ അത് കുട്ടയിൽ മിച്ചം പിടിച്ച അനുഭവങ്ങൾ. അതിന്റെ അർത്ഥം ഇനിയും വിഷം നിരിക്കുന്നവന് കൊടുപ്പാൻ നിന്റെ കരത്തിൽ ദൈവം ചിലത് കൈമാറുന്ന, ഓ യേശുവിന്റെ മഹത്വം ഇറങ്ങട്ടെ, കൈമാറുന്ന യേശുവിന്റെ മഹത്വം ഈ പകലിൽ ചലിക്കട്ടെ. Receive the power. Wow, Holy Spirit. Rakavalaba Shandal Kabaragadagalagasiyanthane. ഓ ചിലതിൻ്റെ കരങ്ങളിലേക്ക് ചില നുറുക്കുകൾ ദൈവം ഇട്ട് തരിക. ആ നുറുക്ക് മതി പട്ടണങ്ങൾക്കകത്ത് ഡെലിവറൻസ് നടക്കാൻ. ഇന്നിതിനകത്തിരിക്കുന്ന ചില കരങ്ങളിലേക്ക് ദൈവം അത് ഇട്ടിട്ടുണ്ട്. അടുത്ത സെക്കൻഡ് സാറ്റർഡേ നിങ്ങൾ വരുമ്പോൾ വിശന്നിരിക്കുന്നവൻ നിങ്ങളുടെ കൂടെ കാണും. വിശന്നിരിക്കുന്നവൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും. ദാഹിച്ചിരിക്കുന്നവൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും. പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുകയാണ്,
വിശന്നവനും ദാഹിച്ചവനെയും അവനെ തൃപ്തിപ്പെടുത്താനുള്ള ചില നുറുക്കുകൾ ദൈവം ഇന്ന് നിങ്ങളുടെ കരങ്ങളിൽ ഇട്ട് തരികയാ. ഒറ്റയ്ക്കല്ല, നിങ്ങൾ ആത്മാവിന്ന് പകൽക്കാലം കൈമാറുന്നു. വലിയ സാക്ഷ്യങ്ങളുമായി നിങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാ. വലിയ ഫലങ്ങളുമായി ദൈവം നിങ്ങളെ പുറത്തെടുക്കാൻ പോവുകയാ. വലിയ നിലവാരങ്ങളിൽ കർത്താവ് നിങ്ങളെ നിർത്താൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഞാൻ നിങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുക. ഒരു ടൈം ആയതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചില നുറുക്കുകൾ നിങ്ങളുടെ കയ്യിൽ യേശു തരും. ആമേൻ. വേണോ? നുറുക്ക് വേണോ? വേണോ സിസ്റ്റർ? മതി, ഒരു നുറുക്ക് മതി. 5000 പുരുഷന്മാരെന്നാ ബൈബിള് പറഞ്ഞ്. എന്നിട്ട് തൊട്ടു താഴെ ഇരിക്കുന്ന സ്ത്രീകളെയും പൈതങ്ങളെയും എന്ത് ചെയ്തിട്ടില്ല? കൂട്ടിയിട്ടില്ല. 5000 പുരുഷന്മാരുണ്ടെങ്കിൽ 5000 സ്ത്രീകളും കാണും. ആമേൻ. 5000 പുരുഷന്മാരുണ്ടെങ്കിൽ 5000 സ്ത്രീകൾ കാണും. 5000 സ്ത്രീകളുണ്ടെങ്കിൽ നാം ഒന്ന് നമുക്കൊന്ന്. അത് 2022 കാര്യമാണ്. പണ്ടത്തെ കുടുംബത്തിനകത്ത് 10, 12, 20 ഒക്കെ ഉണ്ട്. ഹല്ലേലൂയ അല്ലേ? ശരിയല്ലേ? ആമേൻ. നാം ഒന്ന് നമുക്കൊന്ന്. അത് ഇപ്പോഴത്തെ കാര്യമാണ്. പണ്ടങ്ങനല്ല. ഒരു കുടുംബത്തിലൊരു 10, 12, ഒരു 50 കൊല്ലം പുറകുള്ള കുടുംബങ്ങൾ പരിശോധിച്ച് നോക്ക്. വേണ്ട, 100 കൊല്ലം പുറകിലോട്ടൊന്ന് ചിന്തിച്ച് നോക്ക്. വലിയ പ്രായമായവർക്കും ചിന്തിച്ച് നോക്ക്. നിങ്ങളുടെ കൂടപ്പുറപ്പോൾ എത്ര പേരുണ്ട്? ചില വീട്ടിൽ ചോദിച്ചാൽ പറയും 7 ഉണ്ട്, 9 ഉണ്ട്, ഞങ്ങൾ 12 ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് ചോദിച്ചാൽ കിട്ടത്തില്ല, ഞങ്ങൾ 2 ഉള്ളൂ. ചിലർ പറയും ഞങ്ങൾ 1 ഉള്ളൂ. പോട്ടെ, അത് പോട്ടെ, അതൊക്കെ ഇന്നത്തെ കാര്യം. പണ്ടങ്ങനല്ല. 5000 സ്ത്രീകളുണ്ടെങ്കിൽ കുറഞ്ഞത് 10,000 പിള്ളേർ കാണും. 20,000 പുരുഷാരം. ഇതെൻ്റെ കണക്ക് ഞാൻ പറയുക. ചിലപ്പോൾ കൂടുതലും കാണും, ചിലപ്പോൾ കൂടുതലും കാണും. 20,000 പുരുഷാരം, 20,000 പേരുടെ നടുവിൽ. ഹല്ലേലൂയ. 12 പേരുടെ കയ്യിൽ നുറുക്ക് കൊടുത്തേച്ചു പറഞ്ഞ് ഇറങ്ങിയേച്ചു വാ. ആരാ പറഞ്ഞു വിട്ടെ? യേശുവാ പറഞ്ഞു വിട്ടെ. നിന്നെ പറഞ്ഞു വിടുന്നത് റജിപ്പാസ്റ്റർ അല്ല, നിന്നെ പറഞ്ഞു വിടുന്നത് യേശുവാ. യേശുവിന്റെ വാക്കും കേട്ട് നുറുക്കും കൊണ്ട് നീ പോകാൻ റെഡിയാണെങ്കിൽ അടുത്ത യേശുവിന്റെ അടുക്കൽ തിരിച്ചു വരുമ്പോൾ നിനക്കൊരു സാക്ഷ്യമുണ്ട്. തീർന്നെന്നല്ല, വിശന്നിരുന്നവനെല്ലാം തൃപ്തിപ്പെട്ടു. മാത്രമല്ല, ഇനിയും കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. തൃപ്തിപ്പെടുത്തിയവരുടെ എണ്ണം 20,000-ലധികം. കൊടുത്തവരുടെ എണ്ണം 12. ഒന്ന് ചിന്തിച്ചു നോക്ക്. 20,000 പേര് 12 പേര് പോഷിപ്പിച്ചെന്ന് പറഞ്ഞ ഒരാള് കുറഞ്ഞത് ഒരു 10,000-2,000 പേർക്ക് തൃപ്തിപ്പെടുത്തി. ഒരു ഹല്ലേലൂയ പറ. ഒരാള് എത്ര പേർക്ക് തൃപ്തി വരുത്തി? 2,000-ഓളം ഏകദേശം. ഒന്ന് കണക്കിട്ട, അങ്ങനെ ഒരു കണക്കിട്ടാ മതി. അങ്ങനാണെങ്കിൽ കർത്താവ് തരുന്ന ഒരു നുറുക്കു മതി 1000 തൃപ്തിപ്പെടുത്താൻ. വലയിട്ടിട്ടും മീൻ പോലും നൊത്തോലി പോലും കിട്ടാത്ത പത്രോസെ, നിന്റെ കയ്യിലെ ഒരു നുറുക്കുകൊണ്ട് ഒരു സമൂഹം തൃപ്തിപ്പെടുത്തിയെങ്കിൽ, സമൂഹം തൃപ്തിപ്പെട്ടെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ കൈമാറട്ടെ. ഇന്ന് പകൽ ഈ ശബ്ദം കേൾക്കുന്ന ചിലതിനെ നോക്കി ദൈവാത്മാ പറയുന്നു, ദേശത്തെ തൃപ്തിപ്പെടുത്തുവാൻ തക്കവണ്ണമുള്ള ചില വാഴ്ത്തപ്പെട്ട നുറുക്കുകൾ നിന്റെ കരത്തിൽ സ്വർഗം കൈമാറും. Yes, Jesus name. Hallelujah. പ്രാർത്ഥിക്കാമോ? ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേക്കാം. അത് ഒരു നുറുക്കാണെങ്കിലും കർത്താവ് വാഴ്ത്തി തന്നു കഴിഞ്ഞാൽ അവിശ്വസിക്കേണ്ട, അത് മിറക്കിളാ, അത് അത്ഭുതമാ, അത് അത്ഭുതമാ. സാധാരണമായി ദൈവശക്തി ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ചില കൈകളിൽ, നിങ്ങളുടെ കൈകളിൽ ഇരിക്കുന്ന നുറുക്കുകളുടെ മേൽ ശക്തി കൂടെ വ്യാപരിക്കാൻ തുടങ്ങിയാൽ, ആമേൻ, നുറുക്കിന്റെ വലിപ്പമല്ല വിഷയം. ശിംശോനെ, നിന്റെ കയ്യിൽ എന്നാടാ ഫിലിസ്ത്യന്മാരെ കണ്ടപ്പോൾ ഉണ്ടായിരുന്നേ? അപ്പുറം ഇപ്പുറം നോക്കിയിട്ട് പുള്ളിയുടെ കയ്യിൽ ഒന്നും കിട്ടിയില്ല. നിലത്ത് കിടന്നൊരു അസ്ഥി കഷ്ണം എടുത്തു. ബൈബിള് പറയുന്ന കഴുതയുടെ പച്ചത്താടിയല്ല. ആമേൻ. ഒരു കഴുതയുടെ പച്ചത്താടിയല് കൊണ്ട് കുന്നൊന്ന്, കുന്ന് രണ്ടെന്ന് പറഞ്ഞ് 1000 കുന്നുകൂട്ടാൻ ഈ കഴുതയുടെ പച്ചത്താടിയലിന് കഴിഞ്ഞെങ്കിൽ ചോദിക്കാം, പച്ചത്താടിയലിന്റെ വലിപ്പമാണോ? ഇല്ല, അത് വെറും ഒരു നുറുക്ക. പക്ഷെ ശക്തി ആ നുറുക്കിന്റെ മേൽ വെളിപ്പെട്ടാൽ അസാധാരണമായി ഇത് സംഭവിക്കും. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് കൈമാറുന്നു. കരത്തിൽ ഇരിക്കുന്നത് ചെറുതാ, പക്ഷെ നിന്റെ കരത്തിലിരിക്കുന്ന ചെറുതിന് ബലപ്പെടുത്തുന്ന ഒരു ശക്തി. ആരുടെയൊക്കെയോ ജീവിതങ്ങളെ നോക്കി ദൈവാത്മാ പറയുന്നു, ആ കരത്തിൽ ഇരിക്കുന്നതിന് കരുത്താക്കി മാറ്റുന്ന ഒരു ശക്തി നിങ്ങളുടെ മേൽ സ്വർഗം കൈമാറും. Juda Rabashe Ralkabashe Kenya Rebel Proudimi Nigadaga Atuna Rakshas Proudamanagadega
നിങ്ങളുടെ മേൽ ദൈവം കൈമാറും കൈമാറും കൈമാറും. ചില നുറുക്കുകള്. Yes, 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 yes. Receive the power. ചില നുറുക്കുകളുടെ മേൽ അശക്തി വരുന്നുക വരിക. Yes, receive the anointing. Receive the power. Receive the power. സ്വർഗം തൊടുക സിസ്റ്ററെ. ഒരു വലിയ ശക്തി ചില നുറുക്കുകളുടെ മേൽ. തൊടുക 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 തൊടുക. റാഖാബാഷേ റീബ ലഹമസിയ വൈഷസ് പ്രൗഢിമിനികടകസി അത്യുന രക്ഷസ് പ്രൗഢിമിനികടകസി. ദൈവാത്മാവിന്റെ കരം നിങ്ങളുടെ കരത്തിലേക്ക് വരിക. യെസ് 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 യെസ്. റിസീവ് ദ പവർ. ദൈവ സാന്നിധ്യത്തെ ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞു. ചില നുറുക്കുകളെ തൊടുക. ദൈവം തൊടുക, ദൈവം തൊടുക. സാധാരണമായ മഹത്വം. വൈഡം ജനാധര റീഗ ക്ഷമനകടകസി. Mighty power, mighty power, mighty power. Yes, receive the anointing. മഹത്വത്തെ 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 പരിശുദ്ധാത്മാവ്. ദൈവശക്തി വ്യാപരിക്കുന്നു ചില നുറുക്കുകളുടെ മേൽ. തൊടുക 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 തൊടുക. ചൂടറാക്കാനിയ തൊടുക. മഹത്വം തൊടുക, മഹത്വം തൊടുക. The power of Holy Spirit. Rakshas proudi biriga tagasi. Wise nauda baragadago. തൊടുക തൊടുക മഹത്വം തൊടുക. Holy Spirit, mighty presence. യേശുവിന്റെ മഹത്വം ഇന്ന് പകൽ നിന്റെ മേൽ വെളിപ്പെടുക. രാക്ഷസ് പ്രൗഢിമിനികടക റഗൽ കമനകടകസി. ദൈവാത്മാവ് ശക്തമായി പറയുന്നു, നുറുക്കിന്റെ മേൽ കരുത്ത. നുറുക്കിന്റെ മേൽ ഒരു ദൈവ സാന്നിധ്യം ചലിച്ചാൽ, ഒരു നുറുക്ക് ചില ദേശങ്ങളെ തൃപ്തിപ്പെടുത്താൻ. Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit. ദൈവം തൊടുക, ദൈവം തൊടുക. ഇന്ന് പകൽ ദൈവത്തിന് ആവശ്യമുള്ള ചിലതിനെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുക. ഒരു സ്പെഷ്യൽ അനോയിന്റിംഗ് നിങ്ങളുടെ മേൽ ദൈവാത്മാ വിട്ടുതരിക. സ്പെഷ്യൽ സ്പെഷ്യൽ സ്പെഷ്യൽ. പല നിറവുകൾ നിങ്ങളിൽ സംഭവിക്കാൻ പോവുകയാണ്. ദൈവത്തിന് ആവശ്യമുണ്ട്, ആവശ്യമുണ്ട്, ആവശ്യമുണ്ട്. റീമാന ഷെഖേനിയ റീഖലാമ ഷെഖേറിയംതന റീബലാബ ഷെഖേറിയ. യെസ് യെസ് യെസ്. ചില സൗഖ്യങ്ങൾ നടക്കണം. ശരീരത്തിന്റെ മേൽ സൗഖ്യങ്ങൾ നടക്കണം. തൃപ്തി വെളിപ്പെടാൻ പോവുക. യേശുവിന്റെ സന്നിധിയിൽ തൃപ്തി വെളിപ്പെടാൻ പോവുക. ഇന്ന് പകലിൽ അത് സംഭവിക്കും. ഈ പകലിൽ അത് സംഭവിക്കും. ഈ പകലിൽ come on, receive the power. Wow, 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 wow. Holy Spirit, Holy Spirit, oh Holy Spirit, receive the anointing in the name of Jesus. മഹത്വം നിങ്ങളെ തൊടുക, മഹത്വം നിങ്ങളെ തൊടുക. അവർക്ക് ദൈവാത്മാവ് ഇന്ന് പകൽ പറയുന്നു, ചില നുറുക്കായിരിക്കാം നിന്റെ കയ്യിലിരിക്കുന്നത്, പക്ഷെ ശക്തി തൊട്ടാൽ നുറുക്ക് 10,000-ങ്ങൾക്ക് പ്രയോജനപ്പെടാൻ പോവുകയാണ്. നീ കൊടുക്കുന്നത് വെറും മന്നയല്ല, എന്റെ ഭാഷയിൽ ഞാൻ പറയും ജീവന്റെ മന്നയാണ്. നിന്നിൽ നിന്ന് കർത്താവ് കൈമാറാൻ താല്പര്യപ്പെടുന്നത് വെറും മന്നയല്ല, ജീവന്റെ മന്ന. പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. യേശുവേ, ഇന്ന് 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 ചില നുറുക്കുകളായാലും അതിനെ വാഴ്ത്തി തന്നാൽ ഈ ആണ്ട് വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുക. എത്ര വരുന്ന പകൽക്കാലം റെഡി? നുറുക്കായാലും മതി, കർത്താവ് വാഴ്ത്തി തന്നാൽ
ഈ വർഷം ഞാൻ ചെയ്യാനുള്ളത് ചെയ്യാൻ പോവാ. ആത്മാവരുടെയൊക്കെ പറയുന്നു, ആത്മദാഹത്തോടെ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന ചിലർക്ക് വേണ്ടി ഈ ഒരു നിമിഷം ഞാൻ മാറ്റുവാണ്. ശിഷ്യനെന്ന പേരുണ്ട്, കരം ശൂന്യമാണ്. നിർജ്ജന പ്രദേശത്തെ യേശു വാങ്ങിപ്പോയത് കരയാനാ. ആ കരച്ചിലിന്റെ ഒടുവിൽ 12 കരുത്തുറ്റ അപ്പോസ്തലന്മാരുമായി തിരിച്ചു വരികയാണ്. താൻ കൊടുത്ത നുറുക്ക് 20,000 പേരെ പോഷിപ്പിച്ചെങ്കിൽ മിച്ചം 12 കുട്ട അവരുടെ കരത്തിലുണ്ടെങ്കിൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, കൊടുത്താലും തീരാത്ത അസാധാരണമായ ആത്മാവിന്റെ വർധനവ് ഈ പകലിൽ ചിലർക്ക് വേണ്ടി ഇട്ടുതരാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ്. വിശ്വസിക്കുന്ന നിന്നിലൂടെ സ്വർഗം അത് ചെയ്യട്ടെ, 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 ചെയ്യട്ടെ. ഓ സ്പിരിറ്റ് ഓഫ് ദി ലോർഡ്, യെസ് 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 യെസ്. ആത്മാവിൽ സ്വീകരിക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങളുടെ കരത്തെ സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തി പ്രാർത്ഥിക്കുക. അപ്പാ, ശിഷ്യന് കൊടുത്ത നുറുക്ക എൻ്റെ കരത്തിൽ വരണം. 12 പേരുടെ കയ്യിൽ കൊടുത്ത നുറുക്ക് എൻ്റെ കയ്യിലേക്കൊന്ന് വരണം. ദൈവാത്മാവ് പറയുന്നു, പ്രാർത്ഥിക്കാൻ, ചോദിക്കാൻ ഇതിനകത്തുണ്ടെങ്കിൽ ഇത് അന്ത്യകാലഘട്ടമായിരിക്കാൻ സ്വർഗം അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പോവുകയാണ്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, നടാനുള്ളവനെ അല്ല ഈ കാലഘട്ടത്തിന് യേശു വിളിച്ചത്. യേശുവിന്റെ ഭാഷ്യം ഇങ്ങനെയായിരുന്നു, കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. കൊയ്യാൻ തക്കവണ്ണം ചിലതിനെ ദൈവം ഇന്ന് രാത്രി ഉപയോഗിക്കട്ടെ. ആ കൊയ്ത്ത് ആത്മാക്കളുടെ കൊയ്ത്ത. ഈ കരത്തിലേക്ക് ചില നുറുക്കുകൾ ഇട്ടാൽ ചിലര് ജീവന്റെ മന്ന ഭക്ഷിച്ച് ജീവനിലേക്ക് കയറാൻ പോവുക. വിശ്വസിക്കുന്ന നിന്റെ കരത്തിലേക്ക് ചില നുറുക്കുകളെ പരിശുദ്ധൻ ഇപ്പോൾ കൈമാറും. യെസ്, ഹോളി സ്പിരിറ്റ്, റൈറ്റ് നൗ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ കൈകളിലേക്ക് പിടിച്ചോ, പിടിച്ചോ, തൊടുക, 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 തൊടുക. ആ കരങ്ങളിലേക്ക് സ്വർഗം ഇട്ടു തരുന്നു, ഇട്ടു തരുന്നു, ഇട്ടു തരുന്നു, ഇട്ടു തരുന്നു. വലിയ നിറവുകൾ സംഭവിക്കാൻ പോവുക. ചില കൈകളിൽ ചില നുറുക്കുകൾ വർദ്ധിക്കാൻ പോവുക, വർദ്ധിക്കാൻ പോവുക, വർദ്ധിക്കാൻ പോവുക, വർദ്ധിക്കാൻ പോവുക. പിടിക്കാൻ കഴിയുന്നവർ പിടിച്ചോണം. മഹത്വം നിങ്ങളുടെ കരങ്ങളെ തൊടുന്നു, 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 തൊടുന്നു. ഈ ആണ്ടിലേക്ക് ഒരു വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി വാവ്, തൊടുക, തൊടുക, തൊടുക. യെസ് സിസ്റ്റർ, ഫയർ, ഹോളി സ്പിരിറ്റ്, തൊടുക, തൊടുക, തൊടുക. ദൈവം നിറയ്ക്കുക, 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 നിറയ്ക്കുക. യെസ് സിസ്റ്റർ, യെസ് ബ്രദർ, യെസ് ദ പവർ, യെസ് ദ പവർ, യെസ് ദ പവർ. നിറയട്ടെ, 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 നിറയട്ടെ. ചില കൈകളിലെ നുറുക്കുകൾ ദൈവം ഇട്ടു തരിക. അതൊരു ഭയങ്കര വർധനവിലേക്ക് പോവുക. നിറയുക, നിറയുക, നിറയുക. ഭയങ്കര വർധനവിലേക്ക് പരിശുദ്ധമ്മ കൊണ്ടുപോവുക. ഹോളി സ്പിരിറ്റ്, ഭയങ്കര വർധനവിലേക്ക് നിങ്ങളുടെ കുടുംബത്തിനകത്ത് സംഭവിക്കാൻ പോവുക. ബ്രദർ, സ്വീകരിച്ചു ആത്മസാന്നിധ്യം ഒരു അഗ്നി പോലെ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. നിങ്ങൾ ദൈവത്തിന് ആവശ്യമുണ്ട്. ഒന്നും അറിയത്തില്ല, പക്ഷെ ഒരു നുറുക്ക് നിങ്ങളുടെ കൈ കാണുന്നു ഞാൻ, ഒരു നുറുക്ക് നിങ്ങളുടെ കൈ കാണുന്നു ഞാൻ. വാവ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഏതൊക്കെ കുടുംബങ്ങൾ തൃപ്തിപ്പെടാനുണ്ട്, ഏതൊക്കെ വ്യക്തികൾ നിങ്ങളിലൂടെ ആശ്വാസം പ്രാപിക്കാനുണ്ട്, ഏതൊക്കെ കുടുംബങ്ങൾ നിങ്ങളിലൂടെ വിടുവിക്കപ്പെടാനുണ്ട്. Holy Spirit, fire of God, in name of Jesus. Rakama Shekiriyantana, Riba Labasiyantenia, in mighty name of Jesus. വലിയ നുറുക്ക്, വലിയ നുറുക്ക്, വലിയ നുറുക്ക്. Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit.
ദൈവാത്മാവിന് നിങ്ങളോടൊരു ദൂത് എന്നോടിങ്ങനെ പറയുക, നിങ്ങൾ കുടുംബമായി ഈ നുറുക്ക് ഒരുപാട് കുടുംബങ്ങൾക്ക് ഇട്ടുകൊടുക്കാൻ പോവുക. സിസ്റ്ററെ, ഈ കരം ഒന്ന് കോർത്ത് പിടിച്ചോ. വലിയ ഇമ്പാർട്ടേഷൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി അയക്കും. ദൈവം കാണുക, തള്ളപ്പെട്ടതറിയാം. തള്ളിയവരുടെ ഇടയിൽ നിങ്ങളുടെ പേര് കേൾക്കാൻ പോവുക. നിന്ദിച്ചവരുടെ ഇടയിൽ നിങ്ങളുടെ പേര് ദൈവം കേൾപ്പിക്കും. ഒറ്റപ്പെടുത്തിയവരുടെ ഇടയിൽ നിങ്ങളുടെ പേര് അവരുടെ ചെവിയിലെത്തും. യെസ്, ഈ പകലിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായി. ഒരു തുടക്കം, ഒരു നുറുക്ക് നിങ്ങളുടെ കയ്യിൽ തരും. ഇന്ന് പകലിൽ ദൈവാത്മാവ് പറയുന്നു, ആ നുറുക്ക് മാത്രമല്ല, ആ നുറുക്കിൻ്റെ മേൽ ഒരു ശക്തിയുണ്ട്, ഒരു ശക്തിയുണ്ട്, ഒരു ശക്തിയുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മേൽ ആ ശക്തി വ്യാപരിക്കും. കൊടുങ്കാറ്റ് അടിക്കുന്ന പോലൊരു ദൈവശക്തി രണ്ടു പേരുടെ മേലും സ്വീകരിക്കാൻ റെഡി ആയിരിക്കും. യേശുവിൻ നാമത്തിൽ the mighty presence of Jesus, കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ ഇറങ്ങട്ടെ. മർക്കോസിന്റെ കൂടാരത്തിനകത്തടിച്ചത് ഇവരുടെ മേൽ Holy Spirit, Holy Spirit. Rimana Shekeriantana Riba Chamanagadaga Shaidal Prodivini Gadagazi. The കൂടാരത്തിനകത്ത് ചലിക്കട്ടെ. Rabba Shekeriantana Riba Chamanagadaguzi. Yes, 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 yes. ചില ദൈവനിയോഗങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ചില നുറുക്കുകൾ ഇട്ടു തരിക. സിസ്റ്ററെ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, ഇന്ന് നിങ്ങൾ ശൂന്യമായിരിക്കാം, എന്നാൽ ആത്മാവ് ശക്തമായി ഇടപെടുക. മിച്ചം പിടിക്കുന്ന തലങ്ങളിൽ ദൈവാത്മാവ് നിങ്ങളെ ഉപയോഗിക്കും. ഹോളി സ്പിരിറ്റ്, നുറുക്കിൻ്റെ മേൽ ഒരു ശക്തി വീണാൽ അത് അസാധാരണമായി മാറാൻ പോവുക. അസാധാരണമായി. ഓ ഓ ഓ ഓ തുടർന്നു നിങ്ങൾ ഈ പരിശുദ്ധാത്മാവിന്റെ തീ യേശുവിന്റെ നാമത്താൽ ജയം. ഹോളി സ്പിരിറ്റ് റഖബശകിറിയാതന റിബാലബശകിറിയാന്തേനിയ. ആ ബ്രദറിനെ കൂടെ വിളിച്ചു, സജി ബ്രദർ ഇങ്ങ വാ. ദൈവാത്മാവ് നിങ്ങളെ നോക്കി പറയുക, റീമന ഷെഖീറിയാന്തന റീവക്ഷമന ഘടക ശന്തൽ ഖമന ഘടക. ചില നുറുക്കുകളെ നിങ്ങളുടെ കരത്തിലേക്ക് തരുന്നത് കളയാനല്ല. ആ മൂവാറ്റുപുഴ ദേശത്തിനകത്ത് ഒരുപാട് കുടുംബങ്ങൾ വിടിവിക്കപ്പെടാൻ പോവുകയാണ്. ഒരുപാട് കുടുംബങ്ങൾ. പലർക്കും ഇന്ന് വിലയില്ലായിരിക്കാം, പക്ഷെ നുറുക്കുകൊണ്ട് ദൈവം ചിലത് ചെയ്യാൻ പോവുക. ആ രണ്ടുപേരും കരം ഒന്ന് കോർത്ത് പിടിച്ചോ. രണ്ടുപേരുടെ ഓരോ കരം ഒന്ന് കോർത്ത് പിടിച്ചോ. ഒരു വലിയ ശക്തി നിങ്ങളുടെ മേൽ വരും. ഇന്നിവിടെ നിന്ന് പോകുന്നത് ഒരു ഭയങ്കര ബലത്തോടെ നിങ്ങൾ പോകാൻ പോവുക. ഒന്നോ രണ്ടോ കുടുംബങ്ങളല്ല, ഒരുപാട് പേർ മദ്യത്തിൽ നിന്ന് വിടിവിക്കപ്പെടും. ഒരുപാട് പേർ രോഗങ്ങളിൽ നിന്ന് മോചിക്കപ്പെടും. ഇപ്പോൾ ആ മഹത്വത്തെ നിങ്ങളുടെ പേർ സ്വർഗം കൈമാറാൻ പോവുക. In the name of Jesus, Holy Spirit. അപ്പാ, നുറുക്കുകൾ കൊണ്ട് ആയിരങ്ങൾ ദേശങ്ങളിൽ തൃപ്തിപ്പെടട്ടെ. ദൈവം തൊടുക. Yes, the Holy Spirit. Yes, in name of Jesus, sister. ചില നുറുക്കുകളെ
കർത്താവ് കൈ തരുക. അത് മതി. വലിയ വിഷപ്പടക്കും. ആ നുറുക്കിൻ്റെ മേൽ ഒരു ശക്തി വരിക സിസ്റ്റർ. റിസീവ്. ഓ, തൊടുക 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 തൊടുക. യേശുവിന്റെ മഹത്വം തൊടുക നിങ്ങളെ. യെസ്, റിസീവ് ദ ഫയർ ഓഫ് ഗോഡ്. നുറുക്കുകളെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തിയാൽ അസാധാരണമായത്. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, നിങ്ങളുടെ കരത്തെ ദൈവം തൊടുക. ഒരു വർധനവിന്റെ സമയമായി. ഒരു വർധനവ്. പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുക. കാത്തിരിക്കുന്ന ചില വിടുതലുകൾ നിങ്ങളിൽ വെളിപ്പെടാനുള്ള ടൈമായെന്ന് പറയുന്നു. യെസ്, ശക്തി തൊടുന്നു. നിങ്ങൾ ശക്തി തൊടുന്നു. ദൈവശക്തി നിങ്ങളുടെ മേൽ വരുന്നു. യെസ്, തൊടുക 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 തൊടുക. ശൂന്യതകൾക്കകത്ത് നിന്ന് കുട്ടകളിലേക്ക് വർദ്ധിക്കുന്നത് പോലൊരു വർദ്ധനവ്. Now yes, ചൂടമാനവ ശേഖേറിയാന്തേനിയ. പ്രാർത്ഥിക്കുക. ആത്മാവിന്റെ ഇടപെടൽ നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു ഡെലിവറൻസ് ഉണ്ടാകട്ടെ. നുറുക്കിന്റെ മേൽ ശക്തി വെളിപ്പെട്ടാൽ ആർക്കും വേണ്ടാത്തത്, കാഴ്ചയ്ക്ക് ആർക്കും വേണ്ടാത്തത് പട്ടണങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതായി മാറും. റൈറ്റ് നൗ ഈ മകന്റെ മേൽ മഹത്വം ഇറങ്ങണം. യെസ്, മഹത്വം ഇറങ്ങണം. മഹത്വം തൊടട്ടെ 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 തൊടട്ടെ. യേശുവിന്റെ മഹത്വം നിന്റെ മേൽ വെളിപ്പെടുന്നു. ചില സ്പിരിറ്റുകൾ അഴിഞ്ഞു പോകുന്നു. സർപ്പങ്ങളും സർപ്പ സ്പിരിറ്റുകളും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ മകനിൽ നിന്ന് അഴിച്ചു കളയുന്നു. സർപ്പശക്തികളെല്ലാം പുറത്തുവയ്ക്കണം. ഈ ശരീരത്തെ വിട്ട്, കുടുംബത്തെ വിട്ട്, അവന്റെ ജീവിതത്തിന്റെ എല്ലാ ഉയർച്ചയും വിട്ട് ഞാൻ കൽപ്പിക്കുന്നു, come out, come out in name of Jesus. യേശുവിന്റെ നാമത്തിൽ പുറത്തു മാറട്ടെ, പുറത്തു മാറട്ടെ, പുറത്തു മാറട്ടെ, പുറത്തു മാറട്ടെ. Holy Spirit, wow, Jesus name. പല ശരീരങ്ങളുടെയും മാതാവ് തോറ്റി എന്താ വീഴും. എത്ര വർഷമായി? 3-4 വർഷമായി. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ, നടക്കാൻ കഴിയാതെ മാതാവ് ഭാരപ്പെട്ടു. കോവിഡ് വന്നതിന് ശേഷം അല്ലേ? യെസ്. കർത്താവ് ഇന്നൊരു സൗഖ്യം നൽകും. നിങ്ങൾ മുടങ്ങാതെ എല്ലാ മീറ്റിങ്ങിനും എത്തണം. അതാണ് നിങ്ങളുടെ സാക്ഷ്യം. ഒരിടത്തും പോകാൻ കഴിയാതെ പലപ്പോഴും ഭാരത്തോടിരിക്കുന്ന മാതാവെ, നിങ്ങളെ പരിശുദ്ധാത്മാവ് സൗഖ്യമാക്കാൻ പോവുകയാണ്. ഒന്ന് പ്രാർത്ഥിച്ച എല്ലാവരും ഇപ്പോൾ ഈ മാതാവിൻ്റെ മേൽ ദൈവശക്തി വ്യാപരിക്കും. യെസ്, യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. കർത്താവേ, ഈ മാതാവിനെ ബലഹീനപ്പെടുത്തി പുറത്തുപോലെ ഇറങ്ങാൻ കഴിയാതെ പലപ്പോഴും തന്നെ തള്ളിയിടാൻ ശ്രമിക്കുന്ന എല്ലാ ദുർസ്പിരിറ്റുകളും റൈറ്റ് നൗ ശാസിക്കുന്നു. ശരീര
ശരീരത്തിൽ നിന്ന് ഫ്രീ ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം നടക്കട്ടെ, സൗഖ്യം നടക്കട്ടെ, സൗഖ്യം നടക്കട്ടെ. In mighty name of Jesus. ഇന്ന് മുതൽ എഴുന്നേറ്റ് നടന്ന് തൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പരിശുദ്ധാത്മാവ് ഒരു ബലം നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇടുക. ഈ കൈ പിടിച്ചോ, യേശുവിൻ്റെ നാമത്തിൽ. വാ, in the mighty name of Jesus, in the name of Jesus, യേശുവിൻ നാമത്തിൽ വാ. യേശുവിൻ്റെ നാമത്തിൽ വാ. നെയിം ഓഫ് ജീസസ്. ഇന്ന് ദൈവശക്തി അസ്ഥികളിൽ, ഞരമ്പുകളിൽ, നാഡികളിലൂടെ ചലിക്കട്ടെ, ചലിക്കട്ടെ, ചലിക്കട്ടെ. കോവിഡ് വന്നതിന് ശേഷം ഒതുങ്ങിപ്പോയ മാതാവ് ഇന്ന് മുതൽ സൗഖ്യമാകട്ടെ. ഓ, സൗഖ്യമാകട്ടെ, 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 സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ വാ, തിരിഞ്ഞു വാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യെസ്, യെസ്. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഇരുന്നോ. Mighty name of Jesus. Hallelujah. ഇനി നിങ്ങൾ എല്ലാ സെക്കൻഡ് സാറ്റർഡേ മീറ്റിങ്ങിന് വരും. ദൈവം ബലം തന്നിരിക്കുന്നു. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നോ? ആമേൻ. പേരെന്നാ? അൽബോൺസ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വലിയ വിടുതൽ ദാസിയുടെ മേൽ വെളിപ്പെട്ടിരിക്കുകയാണ്. സന്തോഷമുള്ള കരം അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തേ. ടൈമില്ല എനിക്ക്. ഞാനിവിടെ ക്ലോസ് ചെയ്യുവാണ് മീറ്റിംഗ്. വരുന്ന മാസങ്ങളിൽ തക്ക സമയങ്ങളിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആമേൻ. അല്പം ലേറ്റായി പോയെന്നും അവൻ ദൈവസന്നിധിയിൽ അവനെ ഞാൻ നോക്കിയുള്ള ബാടാ സ്റ്റെബിനിക്ക് റാം ഷധേരി റഗൽ ഖമന ഘടകസി. യേശുവിൻ്റെ നാമത്തിൽ അവനെയും ദണ്ഡിപ്പിക്കുന്ന ബലഹീനത. ഇപ്പം എന്താ ചെയ്യുന്നു? നിനക്ക് തലവേനുണ്ട്, അതൊക്കെ ഇപ്പം അങ്ങ് പോകും. ആരുണ്ട്? ഉറക്കമൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ? പകലെ കിടന്ന് ഇഴിക്കുമോ അതോ പകലെ സമയത്തിന് ഇഴിക്കുമോ അവൻ? ഇന്നലെ മുതലാണ് അസ്വസ്ഥത യേശുവിൻ്റെ നാമത്തിൽ. രാവിലെ മുതൽ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഇന്നലെ മുതൽ പിന്നെയും പ്രശ്നമായി. ഇന്ന് രാവിലെ മുതൽ എനിക്ക് തോന്നുന്നു ഒന്നരയാഴ്ചയായിരുന്നു. രണ്ടാഴ്ച മുതൽ അവനവൻ്റെ കാര്യങ്ങളെല്ലാം നടന്ന് കുളിക്കും അല്ലേ, കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. എല്ലാം രാവിലെ എഴുന്നേറ്റ് ചെയ്യും. ഇതൊന്നും ചെയ്യാതെ അവൻ 3 മണിക്കൊക്കെ ഉറക്കം ഒഴിക്കുന്നത് അല്ലേ? അല്ല, കാട്ടിലേക്ക് കിടക്കുന്ന ഒരു മകനായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ട്രിവാൻഡ്രം മീറ്റിങ്ങിൽ അവരെ കൊണ്ടുവന്നു. വലിയ സൗഖ്യം ദൈവത്തിന് കൊടുത്തു. ഇന്ന് മുതൽ ചെറിയ അസ്വസ്ഥതകളൊക്കെ പിന്നെ ഇങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ട്. ഒന്നും വിഷയമല്ല. സ്റ്റീഫൻ പ്രാർത്ഥിച്ചു. ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാദിനത്തോടും ഹോളി സ്പിരിറ്റ് മഹത്വത്തിൻ്റെ ശക്തി അവൻ്റെ മേൽ ഇറങ്ങട്ടെ, അവൻ്റെ മേൽ ഇറങ്ങട്ടെ, 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 ഇറങ്ങട്ടെ. ഓ, തൊടുക, ദൈവത്തിനെ തൊടുക. തൊടട്ടെ, തൊടട്ടെ, തൊടട്ടെ. അവനെ വേദനിപ്പിക്കുന്ന എല്ലാ സ്പിരിറ്റും വിട, വിശാച വിട, ശരീരം വിട, 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 വിട. The mighty name of Jesus. വലിയ ഡെലിവറൻസ് ഈ രാത്രിയിൽ ദൈവജനത്തിന്റെ മേൽ സംഭവിക്കട്ടെ. ഹോളി സ്പിരിറ്റ് റബാ ഷതൽ ഖമനഗടക ഷൈഡ പ്രൗഢി വിരികടക രക്ഷസ് ഖമനഗടകസേ. വിടരുത്, വിട. ശരീരം വിട്ടുപോ. അവനെ ദണ്ഡിപ്പിക്കുന്ന എല്ലാ സ്പിരിറ്റുകളോടും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഈ പകലിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് ആ ശരീരം വിട്ട്, ആ മകനെ വിട്ട്, അവന്റെ ഭാവനം വിട്ട്, അവന്റെ കുടുംബം വിട്ട് യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായി, 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 പൂർണ്ണമായി. കർത്താവേ, ഈ മകനും യേശുവിൻ്റെ നാമത്തിൽ ഫ്രീ ആകട്ടെ. അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അവൻ നോർമൽ ആവണം. അവൻ്റെ ചിന്തയിൽ ഒരു അസ്വസ്ഥത വരരുത്. അവൻ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം. അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവനെ ഫ്രീ ആക്കുന്നു, ഫ്രീ ആക്കുന്നു, ഫ്രീ ആക്കുന്നു. എൻ്റെ അകത്ത് കിടക്കുന്ന കൈവിഷങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അതിങ്ങ് പറയുമ്പോ
കൈവിഷ സ്പിരിറ്റുകൾ എല്ലാം അഴിച്ചുവിട്, 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 അഴിച്ചുവിട്. ഒരു കവറിങ്ങോട്, ഒരു കവറിങ്ങോട്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ ഉള്ളിൽ കിടക്കുന്ന അശുദ്ധ സ്പിരിറ്റ് എല്ലാം അഴിഞ്ഞു പോകും. റബാഷെഖീറിയംധന റീബൽ പ്രൗഢിമിനി ഘടക റക്ഷസ്കമന ഘടകസി എല്ലാം അഴിഞ്ഞു പോകണം. എല്ലാം ഇപ്പം അഴിഞ്ഞു പോകണം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ശിവൻ, പരിശുദ്ധാത്മാവിനെ നീ പ്രാപിക്കുക കേട്ടോ. നിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇപ്പോൾ വരും. യേശുവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. അതരങ്ങളെ തുറന്ന് പ്രാർത്ഥിക്കുക. അസാധാരണമായ ദൈവശക്തി നിന്നെ വെളിപ്പെടാൻ പോവുക, വെളിപ്പെടാൻ പോവുക, വെളിപ്പെടാൻ പോവുക. ഹോളി സ്പിരിറ്റ് അവൻ്റെ ഹൃദയത്തിനകത്ത് നിറയട്ടെ, നിറയട്ടെ. പ്രാർത്ഥിക്കുക. വായി തുറന്ന്, വായി തുറന്ന്, വായി തുറന്ന്. ഓ ഈ തലമുറയുടെ മേൽ ദൈവശക്തിയുടെ വലിയ പകർച്ച ഇപ്പോൾ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. മകത്വം നിറയട്ടെ, നിറയട്ടെ. ആ നിറയട്ടെ, 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 നിറയട്ടെ. മകത്വത്തിന്റെ ശക്തിയെ അവന്റെ മേൽ കൈമാറുകയാണ്. Now you receive the holy fire of God. ആഹാ, അറിയുക. നിറയട്ടെ, നിറയട്ടെ. മകത്വം തെറിക്കും. മകത്വം നിറയുമ്പോൾ ഇരുട്ടിന്റെ അധികാരങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. യേശുവിന്റെ മഹത്വത്തിന്റെ ശക്തി ഇവനിൽ, 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 ഇവനിൽ. Come out, come out, come out, come out. യേശുവിന്റെ ശക്തി ഇവനെ ഫ്രീ ആക്കുന്നു, ഫ്രീ ആക്കുന്നു. യേശുവിന്റെ ശക്തി ഇവനെ ഫ്രീ ആക്കുന്നു, അവനെ ഫ്രീ ആക്കുന്നു, അവനെ ഫ്രീ ആക്കുന്നു. In name of Jesus. സ്റ്റീവൻ ഫ്രീ ആകട്ടെ, സ്റ്റീവൻ ഫ്രീ ആകട്ടെ. യേശുവിൻ നാമത്തിൽ ഫ്രീ. ഹോളി സ്പിരിറ്റ്. എന്നാണ് പേരെന്നാ? കുബിൻ. എന്ത് ചെയ്യുന്നു? എന്ത് ജോലിയാ? ഡ്രൈവിങ്. എവിടെ വീട്? തൊടുപുഴ തന്നെയാണ്. ഓക്കെ. കർത്താവേ, ഞാൻ ഇവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. അവൻ്റെ മേലും കെട്ടപ്പെട്ടിരിക്കുന്ന ചില കെട്ടുകൾ അത് ഈ ദിവസങ്ങളിൽ പൊട്ടി വരണം. ഹോളി സ്പിരിറ്റ് പൊട്ടി വരണം. ഒരു പരിധി കഴിഞ്ഞ് കയറാൻ കഴിയാതെ നിന്നെ തടഞ്ഞു നിർത്തുന്ന ചില ശക്തികൾ ഇന്ന് ഇത് ബ്രേക്ക് ആകുന്നു. ആസ് ഹോളി സ്പിരിറ്റ് അവൻ്റെ മേലെ ശക്തി വരട്ടെ, 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 വരട്ടെ. മഹത്വം ഇറങ്ങട്ടെ. തൊടട്ടെ, അവനെ തൊടട്ടെ. ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഈ ദിവസം മുതൽ അടുത്ത ചില കാൽവയ്പ്പുകൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. നാളുകളായി വയ്ക്കാൻ കഴിയാതെ കിടക്കുന്ന ഉയർച്ചയുടെ മേഖലകളിലേക്ക് നിന്റെ ചുവടുകൾ കയറാൻ പോവുക. ഇന്ന് അങ്ങനെയുള്ളതിനെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. Right now, break it in the name of Jesus. യേശുവിന്റെ നാമത്തിൽ അവൻ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. In name of Jesus. Amen. പ്രാർത്ഥിക്കണം. അടുത്തൊരു നിലയിലേക്ക് കർത്താവ് നിന്റെ കാലുകൾ എടുത്ത് വെപ്പിക്കാൻ പോവുക. നാളുകളായി നീ കൊതിക്കുന്ന ചില വിഷയങ്ങൾക്കുള്ള മറുപടികൾ കർത്താവ് ഈ ദിവസങ്ങളിൽ ദൈവം നിന്റെ മുമ്പിൽ വെളിപ്പെടുത്തും. ഓക്കെ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത മാസം വീണ്ടും കാണണം. ആമേൻ. രോഗികളായിട്ട് ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? രോഗികൾ. ഒരു വാക്ക് ഞാൻ അവർക്ക് കൊണ്ടൊന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ യെസ്. എന്നാ ഉണ്ട്? തോളിൽ കർത്താവേ പ്രാർത്ഥിച്ചു. കർത്താവേ, ഞാൻ ഈ മോൾ കൂടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഷോൾഡറിലൊക്കെ അനുഭവിക്കുന്ന വേദന, ബലഹീനത, രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ റൈറ്റ് നൗ സൗഖ്യമാകട്ടെ. ആ ബലഹീനതയുടെ കെട്ടുകൾ നിന്റെ ശരീരത്തിൽ നിന്ന് പൊട്ടുന്നു. റൈറ്റ് നൗ അത് വിടട്ടെ. അനാവശ്യമായ രോഗഭാരങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. ഓൾ മുതൽ സൗഖ്യം നടക്കട്ടെ യേശു. ഇനി ആരെങ്കിലും രോഗിയുണ്ടെങ്കിൽ ഞാൻ എന്നോട് സ്റ്റോണിൻ്റെ അസ്വസ്ഥത. സ്റ്റോൺ അത് കർത്താവ് ഇന്ന് സൗഖ്യമാക്കും. നിങ്ങൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അത് തെറിച്ചു പോകാൻ പോവുകയാണ്. വിശ്വസിക്കുന്നുണ്ടോ? പെയിൻ ഉണ്ടോ? നിങ്ങൾക്ക് വേദന ഉണ്ടോ? വേണ്ട.
ട്രീറ്റ്മെൻറ്റ് എടുക്കുവാണോ? ഉണ്ട്. ഒരുപാട് കല്ലുകൾ പ്രാർത്ഥിച്ചു. കർത്താവ് അതിനെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ വെളിയിൽ പോയിട്ടുണ്ട്. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ എടുത്തു നോക്കിയാൽ ഒരുപാട് സാക്ഷ്യങ്ങൾ ഇതിനകത്തുണ്ട്. ആ ദൈവം നിങ്ങളെ ഇന്ന് സൗഖ്യമാക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആ സ്റ്റോൺ ഇപ്പോൾ ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടട്ടെ, 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 പൊട്ടട്ടെ. കത്തണം. വരും ദിവസങ്ങളിൽ അത് പൂർണ്ണമായി അതവിടെ നിന്ന് തെറിച്ച് പുറത്തു പോകണം. ഒരു സർജറിയോ ഇനി ഒരു ട്രീറ്റ്മെന്റോ ഇല്ലാതെ യേശു അതിനെ സൗഖ്യമാക്കട്ടെ. ഹോളി സ്പിരിറ്റ് സൗഖ്യമാക്കട്ടെ, സൗഖ്യമാക്കട്ടെ, സൗഖ്യമാകട്ടെ. ഈ ദിവസങ്ങൾ സംഭവിക്കട്ടെ. കർത്താവേ, വരുന്ന മാസം ഇതിനകത്ത് സാക്ഷ്യം പറയാൻ ഈ ദാസന ദൈവം തൊടട്ടെ, യേശുവിൻ നാമത്തിൽ. പറഞ്ഞു. ബലഹീനതയാണല്ലേ കോവിഡ് വന്നതിന് ശേഷം. അടുത്ത സ്ഥലയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് ഒരു ബലം നിങ്ങൾക്ക് തരും. അത് മതി. നിങ്ങളുടെ അസ്ഥിയും ഞരമ്പും ഒക്കെ ബലപ്പെടുത്താൻ പോവുക. യേശുവേ, ഈ മാതാവിന് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി ഈ മാതാവിൻ്റെ ശിരസ് മുതൽ പാദം വരെ പിടിച്ചോ, മകത്ത് ഇറങ്ങട്ടെ, ശക്തി വ്യാപരിക്കട്ടെ. ഇപ്പോൾ മുതലൊരു ബലം ഈ മാതാവിന്മേൽ വരട്ടെ. എല്ലാ അവയവങ്ങളും സൗഖ്യമാകട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. നടുവേദന ഉണ്ടല്ലേ, ബാക്ക് പെയിൻ. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കും. ബ്രദർ, നിറഞ്ഞു നിൽക്കുന്നൊരു ദൈവസ്ഥാനത്തിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുക. റൈറ്റ് നൗ, യേശുവേ, ഈ മകൻ്റെ മേൽ വ്യാപരിക്കുന്ന ബാക്ക് പെയിൻ, കാലിലെ വേദന, ഇപ്പോൾ അസ്ഥിയുടെ മേൽ തീ ഇറങ്ങി സൗഖ്യം നടക്കണം. ബാക്ക് പെയിനും കാൽമുട്ടിലെ വേദനകളും യേശുവിന്റെ നാമത്തിൽ ഫ്രീ ആകട്ടെ. ഹോളി സ്പിരിറ്റ്. സന്തോഷമുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഇതും കൂടെ പ്രാർത്ഥിക്കാം. ബാക്കി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ടൈം റൂഡായി പോയി. കർത്താവേ, ഈ ദാസന് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഈ മുട്ടിൽ ഇപ്പോൾ തന്നെ ദൈവശക്തി വ്യാപരിക്കണം. ഒരു ശക്തി നിങ്ങളുടെ മേൽ വരും. റൈറ്റ് നൗ നടക്കട്ടെ, സൗഖ്യം നടക്കട്ടെ, സൗഖ്യത്തിൻ്റെ ശക്തി വരട്ടെ. അടുത്ത മാസം ഇതിനകത്ത് വരുമ്പോൾ സൗഖ്യമായെന്ന് പറയണം. യേശുവിൻ്റെ സൗഖ്യം നടക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറ. 1-2 മാസം കൂടെ നമ്മൾ ഈ ഒരു ടൈമിങ്ങിൽ പോവാം. അത് കഴിഞ്ഞാൽ നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് നേരത്തെയോ പകലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നോക്കിയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാം. ദൈവാനുഗ്രഹം സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ദൈവാനുഗ്രഹിക്കട്ടെ. വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ സ്തോത്രം ചെയ്യുവാണ്.